ഇന്ന് പകലിൽ അല്പസമയ ചിന്തയ്ക്കായി ಈ ನಿಮಿಷ ಅಲ್ಪ ನಿಮಿಷದ ಚಿಂತೆಗಾಗಿ ഒരു വചനം വായിക്കുന്നു. ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. മർക്കോസിന്റെ സുവിശേഷം ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ 5-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം. 5ನೇ ಅಧ್ಯಾಯದ ಅದರ 4ನೇ ವಚನ. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ಅವನನ್ನು ಅನೇಕ ಸಾರಿ ಬೇಡಿಗಳಿಂದಲೂ ಸರಪಳಿಗಳಿಂದಲೂ ಕಟ್ಟಿದ್ದರೂ ಅವನು ಸರಪಳಿಗಳನ್ನು ಕಿತ್ತು ಬೇಡಿಗಳನ್ನು ಮುರಿದು ಹಾಕಿದನು. ಅವನನ್ನು ಇನ್ನು ಯಾರು ಸರಪಣಿಯಿಂದಾದರೂ കട്ടലാരതെ ഹോദര്. ആമേൻ. ആർക്കും അടക്കുവാൻ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിക്കുവാൻ ഇന്ന് പകലിൽ യേശു നമ്മുടെ നടുവിലുണ്ട്. ಯಾರಿಗೂ ಆಗದಿರುವಂತ ವಿಷಯಗಳು, ಯಾರಿಗೂ ಪರಿಹರಿಸಲ್ಪಡಲಿಕ್ಕಾಗದಿರುವಂತ, ಯಾರಿಂದಲೂ ಪರಿಹರಿಸಲ್ಪಡಲಿಕ್ಕಾಗದಿರುವಂತ ವಿಷಯಗಳನ್ನ ಪರಿಹರಿಸುವುದಕ್ಕಾಗಿ ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ಸಂತೋಷವಾಗಿ ಕರಗಳೆತ್ತಿ ಹೇಳೋಣ ഹല്ലേലൂയ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത് ഇന്ന് പകലിൽ യേശു നമുക്ക് വേണ്ടി പരിഹരിച്ചു തരും. ಯಾರು ಪರಿಹರಿಸಲಿಕ್ಕಾಗದಿರುವಂತ ವಿಷಯಗಳನ್ನ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯೇಸು ನಮಗೆ ಪರಿಹಾರ ಕೊಟ್ಟು ಕಳಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. 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 ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരും നടന്നു പോയി. ಒಂದು ಸಾರಿ ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಶಿಷ್ಯರೊಟ್ಟಿಗೆ ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. അവർ കടന്നു പോകുമ്പോൾ, ಅವರು ಹೋಗುತ್ತಾ ಇರಬೇಕಾದ್ರೆ, ആമേൻ, ഒരു മനുഷ്യൻ ജന്മനാൽ കുരുടനായിരിക്കുന്നു. ಒಂದು ಮನುಷ್ಯನು ತನ್ನ ಜನನದಿಂದಲೇ ಕುರುಡನಾಗಿದ್ದಾನೆ. ശിഷ്യന്മാർ ആമേൻ യേശുവിനോട് ചോദിച്ചു. ಶಿಷ್ಯರು ಯೇಸು ಸ್ವಾಮಿ ಬಳಿಯಲ್ಲಿ ಕೇಳಿದರು, യേശുവേ, ಯೇಸುವೇ, ഈവൻ കുരുടനാകുവാൻ ആരാണ് ഇതിന് കാരണക്കാർ? ಇವನು ಕುರುಡನಾಗಿ ಹುಟ್ಟೋದಕ್ಕೆ ಯಾರು ಪಾಪ ಮಾಡಿದರು? ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ കുരുടനായി മാറിയത്? ಯಾರು ಪಾಪ ಮಾಡಿದ್ರ ನಿಮಿತ್ತವಾಗಿ ಇವನು ಕುರುಡನಾಗಿ ಮಾರ್ಪಟ್ಟನು? യേശു ഒരു മറുപടി പറഞ്ഞു. ಯೇಸು ಒಂದು ಉತ್ತರವನ್ನು ಹೇಳಿದನು. ആരും പാപം ചെയ്തിട്ടല്ല അവൻ കുരുടനായി മാറിയത്. ಯಾರೋ ಪಾಪ ಮಾಡಿದ್ರಿಂದಲ್ಲ ಇವನು ಕುರುಡನಾಗಿದ್ದು, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടുവാൻ അത്രേ. ದೇವರ ನಾಮ ಇವನಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಬೇಕಾಗಿದೆ. ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെടുവാൻ അത്രേ. ದೇವರ ಮಹಿಮೆ ಇವನಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಬೇಕಾಗಿದೆ. ഇന്ന് പകലിൽ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയോ, ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿಮ್ಮನ್ನು ನೋಡಿ ಹೇಳುತ್ತೇನೆ, 700 കോടി ജനത്തിന്റെ നടുവിൽ നിന്നും ആമേൻ നിങ്ങളെ തേടി യേശു വന്നു. 700 ಕೋಟಿ ಜನರ ಮಧ್ಯದಿಂದ ಯೇಸು ನಿಮ್ಮನ್ನು ಹುಡುಕಿಕೊಂಡು ಬಂದನು. 142 കോടി ജനത്തിന്റെ നടുവിൽ നിന്നും ആമേൻ നിങ്ങളെ തേടി യേശു വന്നു. 147 ಕೋಟಿ ಜನರ ಮಧ್ಯದಿಂದ ಯೇಸು ನಿಮ್ಮನ್ನು ಹುಡುಕಿಕೊಂಡು ಬಂದನು. യേശു എന്തിനാണ് നിങ്ങളെ തേടി വന്നത്? ಯೇಸು ಏನಕ್ಕಾಗಿ ನಿಮ್ಮನ್ನು ಹುಡುಕಿಕೊಂಡು ಬಂದಿದ್ದು? ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ, ದೇವರ ಕ್ರಿಯೆಗಳು ನಿಮ್ಮಲ್ಲಿ ತೋರ್ಪಡುವುದಕ್ಕಾಗಿ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും. ದೇವರ ಕ್ರಿಯೆಗಳು ನಿಮ್ಮಲ್ಲಿ ತೋರ್ಪಡುತ್ತದೆ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಸಂತೋಷವಿದೆ? നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് ನಿಮ್ಮನ್ನು ದೇವರು ಆರಿಸಿಕೊಂಡಿರುವುದು ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ದೇವರ ಕ್ರಿಯೆಗಳನ್ನು ಪ್ರಕಟಿಸುವುದಕ್ಕೆ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ದೇವರ ಮಹಿಮೆಯನ್ನು ಪ್ರಕಟಿಸುವುದಕ್ಕೆ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു മഹത്വം വെളിപ്പെടും. ಹಾಗಾಗಿರುವುದಾದ್ರೆ ಈ ದಿನದಲ್ಲಿ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಒಂದು ಮಹಿಮೆ ಪ್ರಕಟವಾಗುತ್ತದೆ. നിങ്ങളുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ഈ കഷ്ടത വന്നത്, ಈ ಕಷ್ಟಗಳು ಬಂದಿದ್ದು ആമേ തകർന്നു പോകുവാനല്ല, ನಾಶಪಡಿಸುವುದಕ್ಕಲ್ಲ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന്. ದೇವರ ನಾಮ ಮಹಿಮೆ ಹೊಂದುವುದಕ್ಕಾಗಿ. നിന്റെ മേൽ രോഗം വന്നത് ನಿನ್ನ ಮೇಲೆ ರೋಗ ಬಂದಿದ್ದು നശിച്ചു പോകുവാനല്ല, ನಾಶವಾಗುವುದಕ್ಕಲ್ಲ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ. ದೇವರ ಮಹಿಮೆ ನಿನ್ನಲ್ಲಿ ತೋರ್ಪಡುವುದಕ್ಕಾಗಿ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ದೇವರ ಮಹಿಮೆ ತೋರ್ಪಡುವುದಕ್ಕಾಗಿ. ഈ പകലിൽ നിങ്ങളുടെ മേൽ ഒരു മഹത്വം വെളിപ്പെടും. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿಮ್ಮ ಮೇಲೆ ಒಂದು ಮಹಿಮೆ ತೋರಲ್ಪಡುತ್ತದೆ. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ನಂಬುವವರಾಗಿದ್ದೀರಾ? ഇതിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ದೈವ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸುತ್ತಾ ಇದ್ದೇನೆ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്കറിയാം. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯನ ಈ ಹಾಲಿನಲ್ಲಿ ಇಳಿದು ಬಂದಿರುವುದು ನಾನು ಅರ್ಥವನಾಗಿದ್ದೇನೆ. ഒരു മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ಮಹಿಮೆ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവ മഹത്വം വെളിപ്പെടും. ನಂಬುವವರ ಮೇಲೆ ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ಕರ್ತನು ತನ್ನ ಶಿಷ್ಯರ ಬಳಿಯಲ್ಲಿ ಹೇಳಿದನು, നമുക്ക് അക്കരയ്ക്ക് കടന്നു പോകണം. ಆಚೆ ದಡಕ್ಕೆ ಹೋಗೋಣ.
ആമേൻ നമുക്ക് അക്കരയ്ക്ക് കടന്നു പോകാം. ನಾವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗೋಣ. ആമേൻ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിരിക്കുക. ಅಲ್ಲಿ ಒಂದು ದೇವರ ಕ್ರಿಯೆ ಕಾಣಲ್ಪಡಬೇಕಾಗಿದೆ. നാളുകൾ കൊണ്ട് ഒരുവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ಅನೇಕ ದಿವಸಗಳಿಂದ ಒಬ್ಬನು ಸರಪಳಿಯಲ್ಲಿ ಕಟ್ಟಾಕಲ್ಪಟ್ಟಿದ್ದಾನೆ. അവന്റെ ഭവനത്തിൽ കടന്നുപോയിട്ട് നാളുകളായി. ಅವನ ಮನೆಗಳಿಗೆ ಹೋಗಿ ದಿವಸಗಳಾಯಿತು. അവന്റെ പാർപ്പ് കല്ലറകളിലാണ്. ಈಗ ಅವನ ವಾಸ ಸಮಾಧಿಗಳಲ್ಲಿ. ആരും അവനെ അറിഞ്ഞില്ല, ಯಾರು ಅವನನ್ನು ತಿಳಿದಿಲ್ಲ, ആരും ಅವനെ സഹായിക്കുവാനെത്തിയില്ല. ಅವನಿಗೆ ಸಹಾಯ ಮಾಡುವುದಕ್ಕೆ ಯಾರು ಬರಲಿಲ್ಲ. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಯೇಸು ಸ್ವಾಮಿ ಬೆಟ್ಟದ ಶಿಖರದಲ್ಲಿ ಆತನು ಪ್ರಾರ್ಥಿಸಬೇಕಾದರೆ ഇതാ ഗദരദേശത്ത് ഒരുവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ಈಗ കിടക്കുന്നു. ಆ ಗೆದರೇನ ಸೀಮೆಯಲ್ಲಿ ಒಬ್ಬನು ತಾನು ಬೆಂದ ಸರಪಳಿಗಳಿಂದ ಕಟ್ಟಾಕಲ್ಪಟ್ಟಿದ್ದಾನೆ. ഈ പകലിൽ നമ്മളെ ആരും കണ്ടില്ലെങ്കിലും ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯಾರು ನಮ್ಮನ್ನು ಕಾಣದಿದ್ದರು, നമ്മളെ കാണുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ಈಗ ನಮ್ಮನ್ನು ಕಾಣುವಂತ ಒಬ್ಬ ದೇವರು ಪರಲೋಕದಲ್ಲಿದ್ದಾನೆ. നിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ಈಗ ನಿನ್ನ ಸಂದರ್ಭಗಳನ್ನು ತಿಳಿದಿರುವ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. നിന്റെ ബന്ധനങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ನಿನ್ನ ಬಂಧನಗಳನ್ನು ತಿಳಿದಿರುವ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. ഇന്ന് പകലിൽ യേശു ഇറങ്ങി വന്നാൽ, ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯೇಸು ಇಳಿದು ಬಂದರೆ, ഇന്ന് പകലിൽ യേശു നിനക്ക് വെളിപ്പെട്ടാൽ, ಯೇಸು ನಿನಗೆ ಪ್ರಕಟನಾದರೆ, എത്ര ബന്ധനമായാലും ദൈവം അതിനെ അഴിക്കും. ಎಷ್ಟೇ ಬಂಧನವಾಗಿರುವುದಾದರೂ ದೇವರು ಅದನ್ನು ಬಿಚ್ಚಿ ಬಿಡುತ್ತಾನೆ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ಯೇಸು ತನ್ನ ಶಿಷ್ಯರ ಬಳಿಯಲ್ಲಿ ಹೇಳಿದನು, അക്കരയ്ക്ക് പോകണം. ನಾವು ಆಚೆ ದಡಕ್ಕೆ ಹೋಗೋಣ. ആമേൻ. അവർ ആമേൻ സ്തോത്രം ആമേൻ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. ಅವರು ದೋಣಿಯನ್ನು ಹತ್ತಿ ಯಾತ್ರೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ആമേൻ കയറിയ ഉടനെ യേശു ബോട്ടിന്റെ അമരത്ത് തലവെച്ചുറങ്ങുവാൻ ಈಗ തുടങ്ങി. ಯೇಸು ಸ್ವಾಮಿ ಆ ದೋಣಿಯಲ್ಲಿ ಪ್ರವೇಶಿಸಿದಾಗ ಆ ದೋಣಿಯ ಹಿಂಭಾಗದಲ್ಲಿ ತಾನು ತಲೆ ತಿಮ್ಮೆಗೆ ಒರಗಿ ಅವನು ಮಲಗುತ್ತಾ ಇದ್ದಾನೆ. നാഴിക ആമേൻ ഹല്ലേലൂയ ആ ബോട്ട് മുമ്പിലോട്ട് പോയി. ಈಗ ಸ್ವಲ್ಪ ದೂರಕ್ಕೆ ಆ ದೋಣಿ ಯಾತ್ರೆ ಮಾಡಿತು. അവരുടെ പടക മുമ്പിലോട്ട് പോയി. ಈಗ ಅವರ ದೋಣಿ ಮುಂದಕ್ಕೆ ಯಾತ್ರೆ ಮಾಡಿತು. ആമേൻ ശക്തമായ ഒരു കാറ്റടിക്കുവാൻ ಈಗ തുടങ്ങി. ಶಕ್ತವಾದಂತ ಬಿರುಗಾಳಿ ಬೀಸಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ആമേൻ പടകുലയുവാൻ തുടങ്ങി. ಈಗ ದೋಣಿ ಆಡಲಿಕ್ಕಾಗಿ ಪ್ರಾರಂಭವಾಯಿತು. ഇന്ന് പകല് ജീവിതത്തിന്റെ പടകുലഞ്ഞിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ಈಗ ಜೀವಿತದ ದೋಣಿ ಎಂಬುದು ಆಡುತ್ತಾ ಇರುವಂತ ಕೆಲವೊಂದು ಅನುಭವ ಉಳ್ಳವರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದೀರಾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ശിഷ്യന്മാർ ആമേൻ തണ്ടുവലിക്കുവാൻ തുടങ്ങി. ಶಿಷ್ಯರು ಅವರು ಅದನ್ನು ಹಿಡಿದಕ್ಕೆ ಸಾಧಿಸುವುದಕ್ಕೆ ಪ್ರಯತ್ನಿಸಿದರು. ആ പടകിനെ നിയന്ത്രിക്കുവാൻ തുടങ്ങി. ಆ ದೋಣಿಯನ್ನು ನಿಯಂತ್ರಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. അവരെ കൊണ്ട് നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. ಅವರ ಕೈಯಿಂದ ನಿಯಂತ್ರಿಸಕ್ಕಾಗ್ಲಿಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ದೇವ ಮಗುವೇ, നിന്റെ പടകിനെ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ಈಗ ನಿನ್ನ ಜೀವನದ ದೋಣಿಯನ್ನ ನಿನ್ನ ಸ್ವಂತ ಕೈಯಿಂದ ನಿಯಂತ್ರಿಸೋದಕ್ಕೆ ನಿನಗಾಗದೇ ಇರುವುದಾದರೆ, നിന്റെ പടകിൽ ഒരുവൻ തലവെച്ചുറങ്ങുകയാണ്. ಈಗ ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಒಬ್ಬನು ತಲೆ ಇಟ್ಟು ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. നിന്റെ പടകിൽ യേശു ഉണ്ടോ എന്ന് പകൽക്കാലം തിരിച്ചറിയണം. ಈ ರಾತ್ರಿ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾನ ಎಂಬುದನ್ನು ನೀನು ಕಂಡುಹಿಡಿಯಬೇಕು. യേശു പടകിലുണ്ടെങ്കിൽ, ಯೇಸು ದೋಣಿಯಲ್ಲಿ ಇರುವುದಾದರೆ, യേശു നിന്റെ ജീവിത പടകിലുണ്ടെങ്കിൽ, ಯೇಸು ನಿನ್ನ ಜೀವಿತದ ದೋಣಿಯಲ್ಲಿ ಇರುವುದಾದರೆ, നിന്റെ പടകിന് നേരെ തിരമാലകൾ ആഞ്ഞടിച്ചാലും, ಇಗೋ ನಿನ್ನ ದೋಣಿಯ ವಿರುದ್ಧವಾಗಿ ಎಷ್ಟೇ ಅಲೆಗಳು ಉಕ್ಕಿದರು, നിനക്ക് നേരെ കാറ്റടിച്ചാലോ, ಅನೇಕ ಬಿರುಗಾಳಿಗಳು ಬೀಸಿದರು, അതിനെ ശാന്തമാക്കുന്ന ഒരുവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ, ಇಗೋ ಅದನ್ನು ಶಾಂತಗೊಳಿಸುವ ಒಬ್ಬನು ನಿನ್ನ ಹಡಗಿನಲ್ಲಿ ಇರುವುದಾದರೆ, ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെട്ടു പോകണ്ട. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನೀನು ಭಾರ ಪಡಲಿಕ್ಕೆ ಹೋಗಬೇಡ. ആമേൻ. അവരുടെ ആമേൻ ഹല്ലേലൂയ അവർ ആ പടകിനെ നിയന്ത്രിക്കുവാൻ നോക്കി. ಅವರು ಆ ದೋಣಿಯನ್ನ ನಿಯಂತ್ರಿಸಲಿಕ್ಕೆ ನೋಡಿದರು. അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ಅವರ ಕೈಯಲ್ಲಿ ಆಗಲಿಲ್ಲ. അവർക്ക് പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നു. ಅವರಿಗೊಂದು ಕಾರ್ಯ ನೆನಪು ಬಂದಿತ್ತು. ഓ, യേശു എന്റെ പടകിലുണ്ട്. ಯೇಸು ನನ್ನ ದೋಣಿಯಲ್ಲಿ ಇದ್ದಾನೆ. യേശു എന്റെ പടകിലുണ്ട്. ಯೇಸು ನನ್ನ ದೋಣಿಯಲ್ಲಿ ಇದ್ದಾನೆ. യേശുവിനെ തട്ടി ഉണർത്തി. ಯೇಸುವನ್ನ ತಟ್ಟಿ ಎಬ್ಬಿಸಿದರು. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ನಮ್ಮ ಜೀವನದಲ್ಲೂ ಅದೇ ರೀತಿನೇ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞിട്ട്, ನಮ್ಮ ಜೀವನದ ಎಲ್ಲಾ ಪ್ರಯತ್ನಗಳು ಮುಗಿದು അവസാനമാണ് യേശുവിനെ തട്ടി ಈಗ ഉണർത്തുന്നത്. ಕೊನೆಯದಾಗಿ ಆಗಿರ್ತದೆ ಯೇಸುವನ್ನ ತಟ್ಟಿ ಎಬ್ಬಿಸುವುದು. നമുക്ക് രോഗം വന്നാൽ, ನಮಗೆ ರೋಗ ಬಂದರೆ ആമേൻ സ്തോത്രം, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ನಾವ್ ಏನ್ ಮಾಡ್ತೀವಿ? ആദ്യം നമ്മൾ ആമേൻ സ്തോത്രം ആശുപത്രിയിൽ പോകും. ನಾವು ಆಸ್ಪತ್ರೆಗೆ ಹೋಗ್ತೀವಿ, ആമേൻ മരുന്ന് കഴിക്കും, ಔಷಧಿಯನ್ನು ಸೇವಿಸ್ತೀವಿ. ആമേൻ. ഡോക്ടർ പറയാ ഇനി മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ಡಾಕ್ಟರ್ ಹೇಳ್ತಾರೆ ಇನ್ನು ಔಷಧಿ ಸೇವಿಸಿದ್ರೆ ಏನ್ ಪ್ರಯೋಜನ ಇಲ್ಲ. ഡോക്ടർ കൈവിട്ടു. ಡಾಕ್ಟರ್ ಕೈ ಬಿಟ್ರು. അപ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കും? ಆಗ ನಾವು ಯಾರ ಮೇಲೆ ಆಶ್ರಯ ಇಡ್ತೀವಿ? ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഡോക്ടർ കൈവിട്ടാൽ,
ವೈದ್ಯರು ಕೈ ಬಿಟ್ರೆ യേശുവിൽ ആശ്രയിക്കും. ಯೇಸುವಲ್ಲಿ ಆಶ್ರಯ ಇಡುತ್ತೇವೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 12 സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, 12 ವರ್ಷಗಳಿಂದ ರಕ್ತಕುಸುಮ ರೋಗದಿಂದ ಬಳಲುತ್ತಾ ಇರುವಂತ ಸ್ತ್ರೀ, അവൻ കയ്യിലുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. ಆಕೆ ಕೈಯಲ್ಲಿರೋದನ್ನೆಲ್ಲ ಮಾರಿ ಆಕೆ ವೈದ್ಯರಿಗೆ ಕೊಟ್ಟಳು. എല്ലാ പൈസയും തീർന്നു. ಆಕೆಯಲ್ಲಿದ್ದ ಹಣವೆಲ್ಲ ಮುಗಿದು ಹೋಯಿತು. അവൻ ഇനി ചിലവഴിക്കാൻ അവൻ കാശില്ല. ಇನ್ನು ಆಕೆಯಲ್ಲಿ ಖರ್ಚು ಮಾಡೋದಕ್ಕೆ ಹಣವಿಲ್ಲ. അവസാനം അവൾക്കൊരു കാര്യം മനസ്സിലായി. ಕೊನೆಯದಾಗಿ ಅವಳಿಗೊಂದು ವಿಷಯ ಅರ್ಥವಾಯಿತು. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടും. ನಾನು ಯೇಸುವಿನ ವಸ್ತ್ರದ ತುದಿಯನ್ನು ಮುಟ್ಟುತ್ತೇನೆ. ആമേൻ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ, ಯೇಸುವಿನ ವಸ್ತ್ರದ ತುದಿಯನ್ನು ಮುಟ್ಟಿದರೆ എനിക്ക് സൗഖ്യം വരും. ನನಗೆ ಸೌಖ್ಯ ಬರುತ್ತದೆ. അവസാനമാണ് ആ ചിന്ത വന്നത്. ಕೊನೆಯದಾಗಿ ಆ ಆಲೋಚನೆ ಬಂದಿತ್ತು. ഈ പകൽ ഞാൻ ഒരു കാര്യം പറയാം. ಈ ಬೆಳಗ್ಗೆ ನಾನು ಒಂದು ಕಾರ್ಯ ಹೇಳ್ತೇನೆ. നിങ്ങളുടെ പടകിൽ സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. ಈಗೋ ನಿಮ್ಮ ಧೋಣಿಯಲ್ಲಿ ಸೌಖ್ಯ ಮಾಡುವಂತ ಒಬ್ಬನು ಇದ್ದಾನೆ. നിങ്ങളെ കൂടെ സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. ನಿಮ್ಮ ಸಂಗಡ ಸೌಖ್ಯ ಮಾಡುವವನೊಬ್ಬನಿದ್ದಾನೆ. അവൻ നിന്റെ പടകിലുണ്ട്. ಆತನು ನಿನ್ನ ಧೋಣಿಯಲ್ಲಿ ಇದ್ದಾನೆ. അവനെ തട്ടി ഉണർത്തിയാൽ, ಆತನನ್ನು ತಟ್ಟಿ ಎಬ್ಬಿಸಿದರೆ, അവൻ നിന്റെ പടകിൽ എഴുന്നേറ്റാൽ, ಆತನು ನಿನ್ನ ಧೋಣಿಯಲ್ಲಿ ಎದ್ದರೆ, നിനക്കെതിരായി വരുന്ന, ಈಗ ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವೆ, നിനക്ക് വിരോധമായി വരുന്ന ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರುವೆ എല്ലാ കൊടുങ്കാറ്റുകളെയും ಎಲ್ಲಾ ಬಿರುಗಾಳಿಗಳನ್ನೇ അവൻ ശാന്തമാക്കും. ಅವನು ಶಾಂತ ಮಾಡ್ತಾನೆ. യേശു നിന്നെ സൗഖ്യമാക്കും. ಯೇಸು ನಿನ್ನನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾನೆ. നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കണം. ಈಗ ನಿನ್ನ ಧೋಣಿಯಲ್ಲಿ ಯೇಸು ಹೇಳಬೇಕು. ഈ പകലിൽ യേശുവേ എന്ന് വിളിക്കാമോ? ಈ ರಾತ್ರಿ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯೇಸುವೇ ಎಂದು ನೀವು ಕರೀಬಹುದಾ? യേശുവേ എന്ന് വിളിക്കാമോ? ಯೇಸುವೇ ಎಂದು ಕರೀಬಹುದಾ? യേശു നിന്റെ പടകിൽ എഴുന്നേറ്റാൽ, ಯೇಸು ನಿನ್ನ ಧೋಣಿಯಲ್ಲಿ ಎದ್ದರೆ, നിനക്കെതിരായി വരുന്ന ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಬರುವೆ എല്ലാ കൊടുങ്കാറ്റുകളും ಎಲ್ಲ ശാന്തമാകും. ಬಿರುಗಾಳಿಗಳು ಶಾಂತವಾಗುತ್ತವೆ. ആമേൻ. യേശുവിനെ തട്ടി ഉണർത്തി. ಯೇಸುವನ ತಟ್ಟಿ ಎಬ್ಬಿಸಿದರು. യേശു ಎഴുന്നേറ്റോ. ಯೇಸು ಎದ್ದನೆ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചോ, ಶಿಷ್ಯರು ಯೇಸು ಸ್ವಾಮಿ ಬಳಿಯಲ್ಲಿ ಕೇಳಿದ್ರು, യേശുവേ ഞങ്ങൾ ನಶಿച്ചു പോകുന്നെന്ന് നിനക്ക് വിചാരമില്ലേ? ಯೇಸುವೇ ನಾವು ಸಾಯುತ್ತಿರುವುದರ ಕುರಿತಾಗಿ ನಿನಗೆ ಚಿಂತೆ ಇಲ್ಲವೋ? ആമേൻ. യേശുവിന് നമ്മളെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. ಯೇಸು ಸ್ವಾಮಿಗೆ ನಮ್ಮ ಕುರಿತಾಗಿ ಮಾತ್ರನೇ ಚಿಂತೆ ಇರೋದು. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ പലതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. ನಾವಿಲ್ಲಿ ಕುಳಿತುಕೊಂಡಾಗ ಅನೇಕದ್ರ ಕುರಿತಾಗಿ ಚಿಂತಿಸ್ತಾ ಇದ್ದೇವೆ. യേശുവിന് ഒറ്റ ചിന്തയേ ഉള്ളൂ. ಯೇಸು ಸ್ವಾಮಿಗೆ ಒಂದೇ ಒಂದು ಚಿಂತೆ ಇರುವುದು, അത് നമ്മളെ കുറിച്ചുള്ള ಅದು ചിന്തയാണ്. ನಮ್ಮ ಕುರಿತಾಗಿರುವ ಚಿಂತೆಗಳು. ഇന്ന് പകലിൽ നമ്മളെ കുറിച്ച് ആരും ചിന്തിച്ചില്ലെങ്കിലും ಈ ಬೆಳಗ್ಗೆ ನಮ್ಮ ಕುರಿತಾಗಿ ಯಾರು ಚಿಂತೆ ಮಾಡದಿದ್ದರು, നമ്മെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ಈಗ ನಮ್ಮ ಕುರಿತಾಗಿ ಚಿಂತೆ ಮಾಡುವ ಒಬ್ಬ ದೇವರು ಇದ್ದಾನೆ. നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ನಮ್ಮ ಕುರಿತಾಗಿ ಚಿಂತೆ ಮಾಡುವಂತ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಸಂತೋಷವಿದೆ? ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ യേശു എഴുന്നേറ്റു. ಯೇಸು ಎದ್ದನೆ. കാറ്റിനെ ശാസിച്ചു. ಗಾಳಿಯನ್ನ ಗದರಿಸಿದನು. അവൻ കാറ്റിനെ ശാസിച്ചു. ಗಾಳಿಯನ್ನ ಗದರಿಸಿದನು. തിരമാല ശാന്തമായി. ಈಗೋ ಬಿರುಗಾಳಿಗಳು ಅಲೆಗಳು ಶಾಂತವಾಯಿತು. ഈ പകലിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് ಈ പറയും. ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಂದು ಆಲೋಚನೆ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಹೇಳ್ತೇನೆ. നിങ്ങളുടെ ജീവിതത്തിൽ തിരമാലകളെ ഉയർത്തുന്ന ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಅಲೆಗಳನ್ನ ಹುಕ್ಕಿಸಿ ಬಿಡುವಂತೆ ചില കൊടുങ്കാറ്റുകളുണ്ട്. ಅನೇಕ ಬಿರುಗಾಳಿಗಳು ಉಂಟು. യേശു എഴുന്നേറ്റാൽ, ಯೇಸು ಎದ್ದರೆ, യേശു എഴുന്നേറ്റാൽ, ಯೇಸು ಎದ್ದರೆ, യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ಯೇಸು ನಿನಗಾಗಿ ಎದ್ದರೆ, യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ಯೇಸು ನಿಮಗಾಗಿ ಎದ್ದರೆ, ഇന്ന് പകലിൽ ചില കാറ്റുകൾ ശാന്തമായാൽ, ಈ ಬೆಳಗ್ಗೆ ಕೆಲವೊಂದು ಅಲೆಗಳು ಶಾಂತವಾದರೆ, നിങ്ങൾക്കെതിരായി എഴുന്നേറ്റിരിക്കുന്ന തിരമാലകൾ ನಿನ್ನ ವಿರುದ್ಧವಾಗಿ ಎತ್ತಿರುವಂತ ಎಲ್ಲ ಅಲೆಗಳು ഇന്ന് പകലിൽ ശാന്തമാകും. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಶಾಂತವಾಗುತ್ತದೆ. ശാന്തമാകും. ಶಾಂತವಾಗುತ್ತದೆ. രോഗശക്തികൾ ശാന്തമാകും. ರೋಗಾತ್ಮಗಳು ಶಾಂತವಾಗುತ್ತವೆ. പ്രതികൂലങ്ങൾ ശാന്തമാകും. ಪ್ರತಿಕೂಲಗಳು ಶಾಂತವಾಗುತ್ತವೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ಯೇಸು ಎದ್ದು ಗಾಳಿಯನ್ನ ಗದರಿಸಿದನು. ആമേൻ. കാറ്റടങ്ങി. ಗಾಳಿಯು ಶಾಂತವಾಯಿತು. തിരമാല ശാന്തമായി. ಗಾಳಿ ಶಾಂತವಾಯಿತು. അവർ അക്കരെ എത്തി. ಅವರು ಆಚೆ ದಡಕ್ಕೆ ಹೋದರು. ഈ പകലിൽ അക്കരെ എത്തിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ കൊടുങ്കാറ്റുകളെ ദൈവം ശാന്തമാക്കും. ಇವತ್ತು ನಿನ್ನನ್ನು ಆಚೆ ದಡಕ್ಕೆ ತಲುಪಿಸೋದಿಲ್ಲ
ಎಂದು ವಾದಿಸಿ ನಿಲ್ಲುವಂತ ಎಲ್ಲ ಶತ್ರುಗಳ ಮುಂದೆ ದೇವರು ನಿನ್ನನ್ನ ಆಚೆ ದಡಕ್ಕೆ ದೇವರು ತಲುಪಿಸ್ತಾನೆ. Hallelujah. 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 അവർ അക്കരെ എത്തി. ಅವರು ಆಚೆ ದಡಕ್ಕೆ ಹೋದರು. അവർ ഗദര ദേശത്തെത്തി. ಅವರು ಗೆದರೇನ ಸೀಮಕ್ಕೆ ಪ್ರವೇಶಿಸಿದರು. അവർ പടകിൽ നിന്നിറങ്ങി. ಅವರು ದೋಣಿಯಿಂದ ಇಳಿದರು. ഉടനെ ಕೂಡಲೇ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ ಈಗ ದೆವ್ವ ಹಿಡಿದಂತ ಒಬ್ಬನು അവന്റെ അടുക്കൽ വന്നു. ಆತನ ಬಳಿಗೆ ಬರ್ತಾ ಇದ್ದಾನೆ. യേശുവിനെ എതിരേറ്റു. ಯೇಸುವನ ಅಭಿಮುಖನಾದನು. ആമേൻ. ഹല്ലേലൂയ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ಈಗ ಅವನ ವಾಸ ಸಮಾಧಿಗಳಲ್ಲಿ. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. ಯಾರು ಆತನನ್ನ ಸರಪಳಿಗಳಿಂದ ಬೆಂದಿಸಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഹല്ലേലൂയ. ചങ്ങല കൊണ്ടുപോലും അവനെ ആർക്കും ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. ಈಗ ಸರಪಳಿಗಳಿಂದಲೂ ಯಾರು ಅವನನ್ನ ಬೆಂದಿಸಕ್ಕಾಗಲಿಲ್ಲ. പലപ്പോഴും ആമേൻ ആ ദേശത്തിലുള്ള ജനങ്ങൾ ಅನೇಕ ಸಾರಿ ಆ ದೇಶದಲ್ಲಿರುವಂತಹ ಜನರು അവന്റെ കൈകളിൽ വിലങ്ങിടും. ಆತನ ಕೈಗಳಿಗೆ ಸರಪಳಿಯನ್ನು ಹಾಕ್ತಾರೆ. അവന്റെ കാലുകളിൽ ചങ്ങലയിടും. ಅವನ ಕಾಲುಗಳಿಗೆ ಸರಪಳಿಯನ್ನು ಹಾಕ್ತಾರೆ. പക്ഷേ അവന്റെ മേൽ ദുരാത്മാവ് വരുമ്പോൾ, ಆದ್ರೆ ಅವನಲ್ಲಿ ದುರಾತ್ಮನ ಕ್ರಿಯೆ ಮಾಡಿದಾಗ അവൻ വിലങ്ങ് ഉരുമി ഒടിച്ചു കളയും. ಅವನ ಸರಪಳಿಗಳನ್ನೆಲ್ಲ ತುಂಡು ತುಂಡು ಮಾಡಿ ಬಿಡುವನೆ. ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കും. ಈಗ ಸರಪಳಿಗಳನ್ನ ಕಡಿದು ಬಿಡುತ್ತಾನೆ. ആർക്കും അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ಯಾರು ಅವನನ್ನ ಅಡಗಿಸ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ആർക്കും അവനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. ಯಾರು ಅವನನ್ನ ಬೆಂದಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. യേശു അവന് എതിരെ വരികയാണ്. ಆದ್ರೆ ಯೇಸು ಅವನ ಅಭಿಮುಖನಾಗಿ ಬರ್ತಾ ಇದ್ದಾನೆ. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറും. ಇವತ್ತು ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಒಂದು ಆಲೋಚನೆಯನ್ನು ಹಸ್ತಾಂತರಿಸುತ್ತೇನೆ. ഇന്നലകളിൽ ഇവന്റെ അടുക്കൽ വരുന്നവരുടെ കയ്യിലെല്ലാം വിലങ്ങുണ്ടായിരുന്നു. ಈಗ ನಿನ್ನೆವರೆಗೂ ಅವನ ಬಳಿಯಲ್ಲಿ ಬರ್ತಾ ಇದ್ದವರ ಎಲ್ಲಾರ ಕೈಗಳಲ್ಲಿ ಸರಪಳಿ ಇದ್ದವು. ഈ മനുഷ്യന്റെ അടുക്കൽ വരുന്നവർ ചങ്ങല കൊണ്ടാ വരുന്നത്. ಈ ಮನುಷ್ಯನ ಹತ್ರ ಬರುವವರೆಲ್ಲರೂ ಸರಪಳಿಯನ್ನು ತೆಗೆದುಕೊಂಡು ಬರ್ತಾ ಇದ್ದಾರೆ. എന്തിനാ ചങ്ങല കൊണ്ടുവരുന്നത്? ಏನಕ್ಕಾಗಿ ಸರಪಳಿಯನ್ನು ತೆಗೆದುಕೊಂಡು ഇവനെ ಬರ್ತಾರೆ? ബന്ധിക്കുവാൻ ചങ്ങല കൊണ്ടുവരികയാണ്. ಇವನನ್ನು ಬೆಂದಿಸುವುದಕ್ಕಾಗಿ ಸರಪಳಿಯನ್ನು ಹೊತ್ತುಕೊಂಡು ಬರ್ತಾರೆ. ഇതാ ഇന്നലകളിൽ വ്യത്യസ്തനായ ഒരുവൻ ഗദരദേശത്ത് വരികയാണ്. ಈಗ ನಿನ್ನೆವರೆಗೂ ಇಲ್ಲದಿರುವಂತ ಒಬ್ಬನು ವ್ಯತ್ಯಾಸವಾದ ಒಂದು ಪುರುಷನು ಆತನ ಗೆದರೇನ ಸೀಮಕ್ಕೆ ಪ್ರವೇಶಿಸ್ತಾ ಇದ್ದಾನೆ. എന്നാൽ ഇന്ന് അവൻ ഗദരദേശത്ത് വന്ന വ്യക്തി ಇವತ್ತು ಆ ಗೆರಸೇನಿನ ಪ್ರದೇಶಕ್ಕೆ ಬಂದಂತ ವ್ಯಕ್ತಿ ചങ്ങല ഇടുവാനല്ല വരുന്നത്. ಆತನ ಬೆಂದನ ಹಾಕುವುದಕ್ಕೆ ಬರ್ತಾ ಇಲ್ಲ. അവൻ ചങ്ങല അഴിക്കുവാൻ അത്ര വരുന്നത്. ಆತನ ಬೆಂದನವನ್ನ ಮುರಿಯಲಿಕ್ಕಾಗಿ ಬರ್ತಾ ಇದ್ದಾನೆ. യേശു വരുന്നത് ചങ്ങല ഇടുവാനല്ല. ಯೇಸು ಸ್ವಾಮಿ ಬರುವುದು ಬೆಂದನ ಹಾಕುವುದಕ್ಕಲ್ಲ. യേശു വരുന്നത് ചങ്ങലകളെ അഴിക്കുവാൻ. ಯೇಸು ಬರುವುದು ಬೆಂದನಗಳನ್ನು ಮುರಿಯುವುದಕ್ಕೆ. വിക്ടറി ഇന്റർനാഷണൽ സഭയിൽ ವಿಕ್ಟರಿ ಇಂಟರ್ನ್ಯಾಷನಲ್ ಸಭೆಯಲ್ಲಿ ഇന്ന് പകൽ യേശു വന്നിട്ടുണ്ട്. ಈ ಬೆಳಗ್ಗೆ ಯೇಸು ಬಂದಿದ್ದಾನೆ. അവൻ ചങ്ങലകളെ അഴിക്കുവാൻ വന്നിട്ടുണ്ട്. ಆತನು ಬೆಂದನಗಳನ್ನು ಮುರಿಯಲಿಕ್ಕಾಗಿ ಬಂದಿದ್ದಾನೆ. നിന്റെ കരത്തെ ബന്ധിക്കുന്ന ആമേൻ സ്തോത്രം വിലങ്ങ് പൊട്ടിക്കുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. ಈಗ ನಿನ್ನ ಕೈಗಳಿಗೆ ಹಾಕಿರುವ ಸರಪಳಿಗಳನ್ನು ಮುರಿಯುವುದಕ್ಕಾಗಿಯೇ ಯೇಸು ಬಂದಿದ್ದಾನೆ. നിന്റെ ജീവിതത്തെ ബന്ധിക്കുന്ന ചങ്ങലകൾ ഇന്ന് പകലിൽ അഴിയും. ನಿನ್ನ ಜೀವಿತವನ್ನು ಬಂಧಿಸಿರುವ ಬೆಂದನಗಳನ್ನು ಯೇಸು ಮುರಿಯುತ್ತಾನೆ. യേശുവിൻ നാമത്തിൽ അത് അഴിയും. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ಮುರಿಯುತ್ತದೆ. വിലങ്ങുകൾ പോട്ടും. ಸರಪಳಿಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ. കുടുംബം വിടുവിക്കപ്പെടും. ನಿನ್ನ ಕುಟುಂಬ ಬಿಡಿಸಲ್ಪಡುತ್ತದೆ. തലമുറകൾ ನಿನ್ನ വിടുവിക്കപ്പെടും. ತಲೆಮಾರುಗಳು ಬಿಡಿಸಲ್ಪಡುತ್ತದೆ. പട്ടണത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ಪಟ್ಟಣದಲ್ಲಿ ವ್ಯಾಪರಿಸುವ അന്ധകാര ശക്തികൾ ಅಂಧಕಾರ ಶಕ್ತಿಗಳು നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ನಿನ್ನನ್ನು ಬೆಂದಿಸುವುದಕ್ಕೆ ಆಗೋದಿಲ್ಲ. നിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്നവൻ വന്നിട്ടുണ്ട്. ನಿನ್ನ ಬೆಂದನಗಳನ್ನು ಮುರಿಯುವವನು ಬಂದಿದ್ದಾನೆ. നിന്റെ നുകങ്ങളെ പൊട്ടിക്കുന്നവൻ വന്നിട്ടുണ്ട്. ನಿನ್ನ ನುಗ್ಗುಗಳನ್ನು ಮುರಿಯುವವನು ಬಂದಿದ್ದಾನೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ബന്ധനങ്ങൾ അഴിയുകയാ. ಬೆಂದನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. നുകങ്ങൾ അഴിയുകയാ. ಬೆಂದನಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാല ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇದರ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ വിടുതൽ ഇതിനകത്ത് വെളിപ്പെടുന്നു. ದೇವರ ಬಿಡುಗಡೆ ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ചങ്ങലകൾ ഇതിനകത്ത് അഴിയുന്നു. ಸರಪಳಿಗಳು ಇವತ್ತು ಮುರಿಯುತ್ತಾ ಇದೆ. നാളുകൾ കൊണ്ട് ದಿವಸಗಳಿಂದ നിന്റെ കാരത്തെ ബന്ധിച്ച ನಿಗೋ ನಿನ್ನ ಜೀವಿತವನ್ನು ಬೆಂದಿಸಿದ ബന്ധനങ്ങൾ അഴിയുകയാണ്. ಕಾಲುಗಳನ್ನು ಬೆಂದಿಸಿದ ಬೆಂದನೆಗಳು ಮುರಿಯುತ್ತಾ ಇದೆ. പ്രവർത്തികൾ അഴിയുകയാണ്.
ಸೈತಾನನ ಕ್ರಿಯೆಗಳು ಲಯವಾಗ್ತಾ ಇದೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. യേശു നമ്മുടെ നടുവിലുണ്ട്. ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆ. പകലിൽ എത്ര പേർ യേശുവിന്റെ സാന്നിധ്യം ഇതിനകത്ത് അറിയുന്നു? ಎಷ್ಟು ಜನ ಈ ಬೆಳಗ್ಗೆ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? പകലിൽ യേശുവിന്റെ കൃപ എത്ര പേർ ഇന്ന് തിരിച്ചറിയുന്നു? ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯೇಸುವಿನ ಕೃಪೆಯನ್ನ ಎಷ್ಟು ಜನರು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? ആമേൻ. അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. ಅವನು ಯೇಸುವಿನ ಪಾದಗಳಿಗೆ ಬಿದ್ದನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അവൻ ഇന്ന് പകലിൽ യേശുവിന്റെ കാൽക്കൽ ചിലത് വീഴാൻ ಈ പോവുകയാണ്. ರಾತ್ರಿ ಯೇಸುವಿನ ಪಾದಗಳಿಗೆ ಕೆಲವೊಂದು ಬೀಳಲಿಕ್ಕೆ ಹೋಗುತ್ತೆ. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു നിന്ന ನಿನ್ನ ಜೀವನದಲ್ಲಿ ಉನ್ನತವಾಗಿ ನಿಂತಂತೆ പിശാചിന്റെ പ്രവർത്തികൾ ഇന്ന് പകലിൽ വീഴാൻ പോവുകയാണ്. ಸೈತಾನನ ಕ್ರಿಯೆಗಳು ಇವತ್ತು ಬೀಳಲಿಕ್ಕೆ ಹೋಗುತ್ತೆ. ഓ യേശു വന്നിട്ടുണ്ട്. ಯೇಸು ಬಂದಿದ್ದಾನೆ. ഇന്ന് പകലിൽ അത് വീഴാൻ പോവുകയാണ്. ಇವತ್ತು ಅದು ಬೀಳಲಿಕ್ಕೆ ಹೋಗುತ್ತದೆ. യേശുവിന്റെ കാൽക്കൽ അവൻ വീണു. ಯೇಸುವಿನ ಪಾದಗಳಿಗೆ ಅವನು ಬಿದ್ದನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൻ രാവും പകലും കല്ലറകളിൽ മലകളിലും ഇടവിടാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു. ಅವನು ಹಗಲು ರಾತ್ರಿ ಸಮಾಧಿಗಳಲ್ಲಿ ವಿಶ್ರಾಂತಿ ಇಲ್ಲದೆ ಕೂಗಾಡುತ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശുവിനെ കണ്ടപ്പോൾ അവൻ കാൽക്കൽ വീണു. ಯೇಸುವನ್ನು ನೋಡಿದಾಗ ಅವನ ಪಾದಗಳಿಗೆ ಬಿದ್ದನೆ. യേശു എവിടെ വെളിപ്പെടുന്നു അവിടെ പിശാചു വീഴും. ಯೇಸು ಸ್ವಾಮಿ ಎಲ್ಲಿ ಪ್ರಕಟನಾಗ್ತಾನೋ ಅಲ್ಲಿ ಸೈತಾನನು ಬೀಳುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ യേശുവിനെ ഉണർത്തിയാൽ, ನೀವು ಯೇಸುವನ್ನು ಎಬ್ಬಿಸಿದರೆ, നിങ്ങൾ യേശുവെന്ന് വിളിച്ചാൽ, ನೀವು ಯೇಸುವೇ ಎಂದು ಕೂಗಿ ಕರೆದರೆ, ആമേൻ, യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ എഴുന്നേൽക്കും. ಯೇಸು ನಿಮಗಾಗಿ ದೊಡ್ಡ ಕಾರ್ಯ ಈ ಬೆಳಗ್ಗೆ ಮಾಡುತ್ತಾನೆ. യേശു ഇന്ന് പകൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ಯೇಸು ಈ ಬೆಳಗ್ಗೆ ನಮಗಾಗಿ ಆತನು ಎದ್ದೇಳುತ್ತಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൻ കാൽക്കൽ വീണു. ಅವನ ಪಾದಗಳಿಗೆ ಬಿದ್ದನೆ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ഹോളിൽ ഇറങ്ങുന്നത് എനിക്കറിയാം. ದೇವರ ದೊಡ್ಡ ಸಾನ್ನಿಧ್ಯ ಈ ಹಾಲಿನಲ್ಲಿ ಇಳಿದಿರುವುದು ನನಗೆ ಗೊತ್ತು. പകലിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ ചിലത് വീണുകൊണ്ടിരിക്കുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಅದೃಶ್ಯವಾದ ಮಂಡಲಗಳಲ್ಲಿ ಕಾಣದಿರುವ ಮಂಡಲಗಳಲ್ಲಿ ಕೆಲವೊಂದು ಬೀಳುತ್ತಾ ಇದೆ. ഇവിടെ നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ಇಲ್ಲಿ ನೀವು ಸ್ತೋತ್ರ ಹೇಳಬೇಕಾದರೆ, ഇവിടെ നിങ്ങൾ ಇಲ್ಲಿ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ನೀವು ಪ್ರಾರ್ಥಿಸಬೇಕಾದರೆ, അദൃശ്യ മണ്ഡലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ಈಗ ಕಾಣದಿರುವ ಮಂಡಲದಲ್ಲಿ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. പകല് നിങ്ങളെ കണ്ണുകൊണ്ട് ചില അത്ഭുതങ്ങൾ കാണാൻ ಈಗ പോവുകയാണ്. ನಿಮ್ಮ ಕಣ್ಣುಗಳಿಂದ ಕೆಲವರು ಅದ್ಭುತಗಳನ್ನು ಕಾಣಲಿಕ್ಕೆ ಹೋಗುತ್ತೀರಾ. നിങ്ങളെ കണ്ണുകൊണ്ട് ദൈവപ്രവൃത്തി കാണാൻ ನಿಮ್ಮ പോവുകയാണ്. ಕಣ್ಣುಗಳಿಂದ ದೇವರ ಕ್ರಿಯೆಗಳನ್ನು ನೀವು ನೋಡಲಿಕ್ಕೆ ಹೋಗುತ್ತೀರಾ. പിശാചിന്റെ പ്രവർത്തികളെ ദൈവം അഴിക്കാൻ പോവുകയാണ്. ಸೈತಾನನ ಕ್ರಿಯೆಗಳನ್ನು ದೇವರು ನಾಶ ಮಾಡಲಿಕ್ಕಾಗಿ ಹೋಗುತ್ತಾನೆ. നിന്റെ പടകിന് വിരോധമായ പ്രതികൂലത്തെ ദൈവം അഴിക്കുവാൻ ನಿನ್ನ പോവുകയാണ്. ದೋಣಿಗೆ ವಿರುದ್ಧವಾಗಿರೋ ಎಲ್ಲ ಪ್ರತಿಕೂಲಗಳನ್ನು ದೇವರು ಬಿಚ್ಚಿ ಬಿಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. ಅವನು ಯೇಸುವಿನ ಪಾದಗಳಿಗೆ ಬಿದ್ದನೆ. അവൻ യേശുവിനോട് പറഞ്ഞു, ಅವನು ಯೇಸು ಸ್ವಾಮಿ ಬಳಿಯಲ್ಲಿ ಹೇಳಿದನು, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുത്. ಸಮಯಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನೀ ನನ್ನನ್ನು ದಂಡಿಸಬಾರದು. സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുത്. ಸಮಯಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನೀ ನನ್ನನ್ನು ದಂಡಿಸಬಾರದು. അവൻ പിശാച് പറയുകയാണ്, ಸೈತಾನನು ಹೇಳ್ತಾನೆ, എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ನನಗೊಂದು ಸಮಯ ಇಟ್ಟಿದ್ದಾರೆ. ആ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുത്. ಆ ಸಮಯಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನೀ ನನ್ನನ್ನು ದಂಡಿಸಬಾರದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശു വെളിപ്പെട്ടാൽ, ಯೇಸು ಪ್ರಕಟವಾದರೆ, യേശു വെളിപ്പെട്ടാൽ, ಯೇಸು ಪ್ರಕಟವಾದರೆ, അവൻ പിശാചിന്റെ സമയത്തിനല്ല അവൻ വിടുതൽ വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ സമയത്തിൽ നിനക്ക് വേണ്ടി ഒരു വിടുതൽ വെളിപ്പെടും. ಈಗ ಸೈತಾನನ ಸಮಯದಲ್ಲ, ದೇವರ ಸಮಯದಲ್ಲಿ ನಿನಗಾಗಿ ಬಿಡುಗಡೆಯು ಪ್ರಕಟವಾಗುತ್ತದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആമേൻ. അവൻ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറയാ, ಅವನು ಯೇಸುವಿನ ಪಾದಗಳಿಗೆ ಬಿದ್ದು ಹೇಳ್ತಾ ಇದ್ದಾನೆ, യേശുവേ, ಯೇಸುವೇ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ಪರಾತ್ಪರನಾದ ದೇವ ಕುಮಾರನೇ, എന്നെ ദണ്ഡിപ്പിക്കരുതേ. ನನ್ನನ್ನು ದಂಡಿಸಬಾರದು. ഹല്ലേലൂയ. അവനൊരു കാര്യം മനസ്സിലായി, ಅವನಿಗೊಂದು ಕಾರ್ಯ ಅರ್ಥವಾಯಿತು. ഇവനാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ಈತನಾಗಿದ್ದಾನೆ ಪರಾತ್ಪರನಾದ ದೇವ ಕುಮಾರನೇ. അവന് തുല്യനായി വേറെ ആരുമില്ല. ಅವನಿಗೆ ಸಮಾನರು ಬೇರೆ ಯಾರು ಇಲ್ಲ. യേശുവിന് തുല്യനായി വേറെ ആരുമില്ല. ಯೇಸುವಿಗೆ ಸಮಾನರು ಬೇರೆ ಯಾರು ಇಲ್ಲ. പിശാച് അവന്റെ കാൽക്കൽ വീണു. ಸೈತಾನನ ಅವನ ಕಾಲುಗಳಿಗೆ ಬಿದ್ದನು. ഇന്ന് പകല് ചിലത് വീഴാൻ പോവുകയാണ്. ಈ ಬೆಳಗ್ಗೆ ಕೆಲವೊಂದು ಬೀಳಲಿಕ್ಕೆ ಹೋಗುತ್ತೆ. അവൻ യേശു എഴുന്നേറ്റാൽ, ಯೇಸು ಎದ್ದರೆ, യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ಯೇಸು ನಿನಗಾಗಿ ಎದ್ದರೆ, യേശു നമുക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ಯೇಸು ನಮಗಾಗಿ ಎದ್ದರೆ, ഇതിനകത്തൊരു ദൈവമഹത്വം ಇದರ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ಮಧ್ಯದಲ್ಲಿ ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഇന്ന് പകല് ദൈവകുഞ്ഞൻ നിനക്ക് വേണ്ടി യേശു ಈ എഴുന്നേൽക്കുകയാണ്. ಬೆಳಗಿನ
ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಯೇಸು ನಿನಗಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ಯೇಸು ನಿನಗಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ആമേൻ ആമേൻ. യേശുവിനോട് മറിയ പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಬಳಿಯಲ್ಲಿ ಮರಿಯಳು ಹೇಳಿದಳು. ആമേൻ. ഈ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. ಈ ಮದುವೆ ಮನೆಯಲ್ಲಿ ದ್ರಾಕ್ಷಾರಸ ಮುಗಿದು ಹೋಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശു ഒരു മറുപടി പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಒಂದು ಉತ್ತರ ಹೇಳಿದನು. എന്റെ നാഴിക വന്നിട്ടില്ല. ನನ್ನ ಸಮಯ ಇನ್ನ ಬಂದಿಲ್ಲ. എന്റെ നാഴിക വന്നിട്ടില്ല. ನನ್ನ ಸಮಯ ಇನ್ನ ಬಂದಿಲ್ಲ. ഓ നിന്റെ വീട്ടിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം പറയുക എന്റെ നാഴിക വന്നിട്ടില്ല. ಇಗೋ ನಿನ್ನ ಮನೆಯಲ್ಲಿ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನನ್ನ ಸಮಯ ಇನ್ನ ಬಂದಿಲ್ಲ. ഇത് പറഞ്ഞ് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ಇದನ್ನು ಹೇಳಿ ಸ್ವಲ್ಪ ನಿಮಿಷಗಳು ಕಳೆಯುವುದರೊಳಗಾಗಿ അവന്റെ നാഴിക വെളിപ്പെട്ടു വന്നു. ಇಗೋ ಅವನ ಸಮಯ ಪ್ರಕಟವಾಯಿತು. ദൈവത്തിന്റെ സമയം വെളിപ്പെട്ടു വന്നു. ದೇವರ ಸಮಯ ಪ್ರಕಟವಾಯಿತು. ഇന്ന് പകല് ദൈവത്തിന്റെ നാഴിക വന്നിരിക്കുകയാണ്. ಇಗೋ ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ದೇವರ ಸಮಯ ಬಂದದೆ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന്റെ നാഴിക വന്നു. ಈ ಪರಿಶುದ್ಧವಾದ ದಿವಸದಲ್ಲಿ ದೇವರ ಸಮಯವು ಬಂದದೆ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ದೇವರ ಕ್ರಿಯೆ ನಿನ್ನ ಜೀವನದಲ್ಲಿ ಬಂದದೆ. ഇത് വിടുതലിന്റെ ദിവസമാണ്. ಇದು ಬಿಡುಗಡೆಯ ದಿವಸ. ഇത് വിടുതലിന്റെ ദിവസമാണ്. ಇದು ಬಿಡುಗಡೆಯ ದಿವಸ. നിന്റെ പ്രതികൂലത്തിന് വിരാമമിടുന്ന സമയമാണ്. ഇതിನ ಪ್ರತಿಕೂಲಗಳಿಗೆ ವಿರಾಮವನ್ನು ಕೂಗಿ ಹೇಳುವ ದಿವಸ. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം ಆ കൊടുക്കുക. ಎರಡು ಕರಗಳನ್ನು ಗಟ್ಟಿಯಾಗಿ ತಟ್ಟುತ್ತಾ ದೇವರಿಗೆ ഇന്ന് ಮಹಿಮೆ പകലിൽ ഒരു ಕೊಡ್ರಿ. വിടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ಈ ಬೆಳಗ್ಗೆ ಒಂದು ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯನ ಪ್ರಕಟವಾಗ್ತಾ ഇത് ಇದೆ. നിന്റെ സമയമാണ്. ಇದು ದೇವರ ಸಮಯ. ഇത് വിടുതലിന്റെ സമയമാണ്. ಇದು ಬಿಡುಗಡೆಯ ಸಮಯ. ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ಇದು ದೇವರ ಕ್ರಿಯೆಗಳ ಸಮಯ. ഒരറ്റത്തിന് മററ്റം വരെ ദൈവത്തിന്റെ തീ ഇതിനകത്ത് കത്തട്ടെ. ಈಗ ಒಂದು ಸಾಲಿನಿಂದ ಕೊನೆಯ ಸಾಲಿನವರೆಗೂ ದೇವರ ಬೆಂಕಿ ಇದರ ಮಧ್ಯದಲ್ಲಿ ಉರಿಯಲಿ. ബന്ധനങ്ങൾ അഴിയട്ടെ. ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. സംഘടനകൾ അഴിയട്ടെ. ಸರಪಳಿಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ഇതിനകത്ത് ആരാധിക്കുമ്പോൾ ಇದರ ಮಧ್ಯದಲ್ಲಿ ಆರಾಧಿಸಬೇಕಾದ್ರೆ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗಲಿ. നിന്റെ ഭവനത്തിന്റെ ചങ്ങല അഴിയട്ടെ. ನಿನ್ನ ಮನೆಯ ಬಂಧನ ಮುರಿಯಲಿ. നിന്റെ തലമുറയുടെ ചങ്ങല അഴിയട്ടെ. ನಿನ್ನ ತಲೆಮಾರಿನ ಬಂಧನ ಮುರಿಯಲಿ. ആമേൻ. നിന്റെ സാമ്പത്തിക മേഖലയിലെ ചങ്ങല അഴിയട്ടെ. ನಿನ್ನ ಹಣಕಾಸಿನ ಮಂಡಲದ ಬಂಧನ ಮುರಿಯಲಿ. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ನಿನ್ನ ಭಾರಪಡ ವಿಷಯಗಳಲ್ಲಿ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗಲಿ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ದೇವರ ചില ചങ്ങലകളെ ദൈവം അഴിക്കുന്നു. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿತಾ ಇದೆ. ದೇವರ ಕೆಲ ಬಂಧನಗಳನ್ನು ಮುರಿಯುತ್ತಾ ಇದ್ದಾನೆ. ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു. ಬಂಧನಗಳನ್ನು ದೇವರು ಮುರಿಯುತ್ತಾ ಇದ್ದಾನೆ. ഇതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത് സംഭവിക്കുന്നു. ಅದು ನಡೀತಾ ಇದೆ. ഇത് നിന്റെ സമയം. ಇದು ನಿನ್ನ ಸಮಯ. ഇത് നിന്റെ നാഴിക ಇದು വന്നിരിക്കുന്നു. ನಿನ್ನ ಸಮಯ ಬಂದದೆ. വിടുതലിന്റെ പകല. ಇದು ಬಿಡುಗಡೆಯ ಹಾಗಲು. ചങ്ങല അഴിയുന്ന പകല. ಇದು ಬಂಧನ ಮುರಿಯುವ ಹಾಗಲು. വിലങ്ങുകൾ പൊട്ടുന്ന സമയമാണ്. ಇದು ಎಲ್ಲ ಕಣ್ಣಿಗಳು ಬಿಚ್ಚುವ ಸಮಯ. ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ಅಭಿಷಕ್ತರು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಿದಾಗ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಎಲ್ಲರೂ ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾರೆ. ദൈവമഹത്വം ചലിക്കട്ടെ. ದೇವರ ಮಹಿಮೆ ಚಲಿಸಲಿ. വെളിച്ചം പുറപ്പെട്ടാൽ ಬೆಳಕು ಪ್ರಕಟವಾದರೆ ഇരുളിനിരിപ്പാൻ കഴിയത്തില്ല. ಕತ್ತಲುಗಳು ಇರಲಿಕ್ಕಾಗೋದಿಲ್ಲ. ഇരുട്ടിന്റെ ശക്തികൾ ಕತ್ತಲೆಯ ಶಕ್ತಿಗಳು യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗಡೆ ಬರಲಿ. യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗಡೆ ಬರಲಿ. രോഗികളെ ദൈവം സൗഖ്യമാക്കുന്നു. ರೋಗಿಗಳನ್ನು ದೇವರು ಸೌಖ್ಯ ಮಾಡ್ತಾ ಇದ್ದಾನೆ. അവൻ ദൈവത്തിന്റെ വിടുതൽ പുറപ്പെടുന്നു. ದೇವರ ಬಿಡುಗಡೆಯ ಹೊರಟು ಬರ್ತಾ ಇದೆ. ഓ ഒരു അദൃശ്യ കരം നിങ്ങളെ തൊടുന്നു. ಒಂದು ಅದೃಶ್ಯವಾದ ಕೈ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ദൈവത്തിന്റെ കരം തൊടുന്നു. ದೇವರ ಕೈ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. ആമേൻ. വെളിച്ചം വരുമ്പോൾ ಬೆಳಕು ಬಂದಾಗ ഇരുളും ഓടി മറയുന്നത് പോലെ ಕತ್ತಲು ಓಡಿ ಹೋಗುತ್ತದೆ. ഓ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെട്ടു വരുന്നു. ದೇವರ ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ഒരറ്റം മുതൽ മററ്റം വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. ಒಂದು ಮೂಲೆಯಿಂದ ಕೊನೆ ಮೂಲೆವರೆಗೂ ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ദൈവശക്തി വ്യാപരിക്കുന്നു. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ನಿಮ್ಮ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯನ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. രോഗികൾ സൗഖ്യമാകുന്നു. ರೋಗಿಗಳು ಸೌಖ್ಯವಾಗ್ತಾ ಇದ್ದಾರೆ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ
ನಾಮದಲ್ಲಿ ಸೌಖ್ಯವಾಗ್ತಾ ಇದೆ. ಹುಡರಬಲಬ ಶಂದಲ್ ಪ್ರೌಢಮನ ആരും മൗനമായിരിക്കരുത്. ಯಾರು ಮೌನವಾಗಿರಬೇಡ್ರಿ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ಈ ಬೆಳಗ್ಗೆ ಪ್ರಾರ್ಥಿಸ್ತಾ ಇರಿ. ദൈവ പ്രവൃത്തി ഇതിനകത്ത് ದೇವರ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ಕ್ರಿಯೆ ಇಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. അവന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യെസ് യെസ് യെസ്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് അവന്റെ മഹത്വം വെളിപ്പെടാനത്രേ. ದೇವರು ನಿನ್ನನ್ನು ಆರಿಸಿರೋದೇ ತನ್ನ ಮಹಿಮೆಯನ್ನು ನಿನ್ನಲ್ಲಿ ಪ್ರಕಟಿಸುವುದಕ್ಕೆ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുന്നു. ದೇವರ ಮಹಿಮೆ ಇವತ್ತು ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്നു. ದೇವರ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. അത് പ്രാപിക്കുക പ്രാപിക്കുക. ಹೊಂದಿಕೊಳ್ಳ್ರಿ ಹೊಂದಿಕೊಳ್ಳ್ರಿ. അഭിഷേകത്തിന്റെ തീ കത്തുകയാണ്. ಒಂದು ಅಭಿಷೇಕದ ಬೆಂಕಿ ಉರಿತಾ ಇದೆ. അഭിഷേകത്തിന്റെ തീ ഇതിനകത്ത് പടരുകയാണ്. ಅಭಿಷೇಕದ ಬೆಂಕಿ ಇದರ ಮೇಲೆ ಹಂಚಲ್ಪಡುತ್ತಾ ಇದೆ. വ്യക്തികളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಇಳಿಯುತ್ತಾ ಇದೆ. നിന്റെ രോഗത്തിന്റെ ശക്തി മാറിപ്പോകുന്നു. ನಿನ್ನ ರೋಗದ ಶಕ್ತಿ ನೀಗಿ ಹೋಗ್ತಾ ಇದೆ. നിന്റെ ഉദരത്തിന്റെ രോഗം മാറിപ്പോകുന്നു. ನಿನ್ನ ಹೊಟ್ಟೆಯಲ್ಲಿರುವಂತಹ ನೋವುಗಳು ನೀಗಿ ಹೋಗ್ತಾ ಇದೆ. നിന്റെ ബലഹീനതകൾ വിട്ടുപോകുന്നു. ನಿನ್ನ ಬಲಹೀನತೆಗಳು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. നിന്റെ ആദരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഭാഷ അന്യ ഭാഷകളാൽ ഇന്ന് പകൽ നീ ദൈവത്തെ സ്തുതിക്കൂ. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಅನ್ಯ ಭಾಷೆಗಳೊಟ್ಟಿಗೆ ನೀನು ದೇವರನ್ನು ಸ್ತುತಿಸು. നിനക്ക് നിർത്തുവാൻ കഴിയാത്തതുപോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ನಿನಗೆ ನಿಲ್ಲಿಸಲಿಕ್ಕಾಗದಿರೋ ರೀತಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಹರಿಯುತ್ತಾ ಇದೆ. ഓ നിന്റെ നാവുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ಈಗೋ ನಿನ್ನ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಆತ್ಮನು ಚಲಿಸುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കുന്നു. ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಎದ್ದೇಳ್ತಾ ಇದ್ದಾನೆ. നിനക്ക് വിരോധമായി നിൽക്കുന്ന ನಿನಗೆ ವಿರೋಧವಾಗಿ ನಿಂತಿರುವೆ അവൻ പിശാച് നിനക്ക് മുമ്പിൽ അവൻ വീഴുകയാണ്. ನಿನ್ನ ಮುಂದೆ ನಿಂತಿರುವ ಸೈತಾನನು ನಿನ್ನ ಮುಂದೆ ಬೀಳುತ್ತಾ ಇದ್ದಾನೆ. യെസ് 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 യെസ്, അത് സംഭവിക്കുന്നു. ಅದು ನಡೀತಾ അത് ಇದೆ. സംഭവിക്കുന്നു. ಅದು ನಡೀತಾ ಇದೆ. അത് സംഭവിക്കുന്നു. ಅದು ನಡೀತಾ ಇದೆ. ദേശത്ത് ഇറങ്ങി വന്ന യേശു ಈಗ ಗೆದರೇನ ಸೀಮೆಯಲ್ಲಿ ಇಳಿದು ಬಂದ ಯೇಸು വിക്ടറി ഇന്റർനാഷണൽ സഭയിൽ ഇറങ്ങി ಈ വന്നു. ವಿಕ್ಟರಿ ಇಂಟರ್ನ್ಯಾಷನಲ್ ಏಜಿ ಸಭೆಯಲ್ಲಿ ಇಳಿದು അവന്റെ ಬಂದಿದ್ದಾನೆ. സാന്നിധ്യം നിന്റെ മേൽ വീഴുന്നു. ಆತನ ಸಾನ್ನಿಧ್ಯನ ನಿನ್ನ ಮೇಲೆ ಬರ್ತಾ ಇದೆ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വീഴുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯನ ಇಳಿತಾ ಇದೆ. യേശു ക്രിസ്തുവിനെ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ಸತ್ತವರನ್ನ ಮಧ್ಯದಿಂದ ಎಬ್ಬಿಸಿದ ಅದೇ ಆತ್ಮನು നിന്റെ മേൽ വെളിപ്പെടുന്നു. ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದ್ದಾನೆ. മരണത്തിന് നിന്നെ തൊടുവാൻ കഴിയില്ല. ಯಾವ ಮರಣ ನಿನ್ನನ್ನು ಮುಟ್ಟಕ್ಕಾಗಲ್ಲ. മരണത്തിന്റെ ശക്തികൾ അഴിയുന്നു. ಮರಣದ ಶಕ್ತಿಗಳು ಮುರಿಯಲ್ಪಡುತ್ತಾ ಇದೆ. മരണത്തിന്റെ ശക്തി അഴിയുന്നു. ಮರಣದ ಶಕ್ತಿಗಳು ಮುರಿಯಲ್ಪಡುತ್ತಾ ಇದೆ. ദൈവമഹത്വം വെളിപ്പെടുന്നു. ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. അസാധാരണമായ നിന്റെ തലവേദന ദൈവം സൗഖ്യമാക്കുകയാണ്. ಅಸಾಧಾರಣವಾದ ನಿನ್ನ ತಲೆನೋವುಗಳನ್ನು ದೇವರು ಸೌಖ್ಯ ಮಾಡ್ತಾ ಇದ್ದಾನೆ. വിടുതൽ വെളിപ്പെടുന്നു. ಬಿಡುಗಡೆಗಳು ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. വിടുതൽ വെളിപ്പെടുന്നു. ಬಿಡುಗಡೆಗಳು ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. നിന്റെ അടുക്കൽ ഒരുവൻ നിൽപ്പുണ്ട്. ನಿನ್ನ ಪಕ್ಕದಲ್ಲಿ ಒಬ್ಬನು ನಿಂತಿದ್ದಾನೆ. നീ അറിയാത്ത ഒരുവൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. ನಿನಗೆ ಗೊತ್ತಿಲ್ಲದಿರೋ ಒಬ್ಬನು ನಿನ್ನ ಪಕ್ಕದಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. യേശു നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. ಯೇಸು ನಿನ್ನ ಪಕ್ಕದಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. അവൻ നിന്നെ തൊടുന്നു. ಆತನು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. യേശു നിന്നെ തൊടുന്നു. ಯೇಸು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇത് നിന്റെ സമയമാണ്. ಇದು ನಿನ್ನ ಸಮಯವಾಗಿದೆ. ഇത് വിടുതലിന്റെ സമയമാണ്. ಇದು ಬಿಡುಗಡೆಯ ಸಮಯವಾಗಿದೆ. ഇത് നിന്റെ നാഴികയാ. ಇದು ನಿನ್ನ ಸಮಯವಾಗಿದೆ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയുന്നു. ಸೈತಾನನ ಕ್ರಿಯೆಗಳು ಲಯವಾಗ್ತಾ ಇದೆ. അത് സംഭവിക്കുന്നു. ಅದು ನಡೀತಾ ಇದೆ ನಡೀತಾ ಇದೆ. ഓ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുന്നു. ದೇವರ ಮಹಿಮೆ ನಿನ್ನಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ഓ കർത്താവിന്റെ കരം നിന്നെ തൊടുന്നു. ಕರ್ತನ ಕೈ ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದೆ. യേശു തൊട്ടവരും ಯೇಸು ಮುಟ್ಟಿದವರು യേശുവിനെ തൊട്ടവരും ಯೇಸುವನ್ನ ಮುಟ್ಟಿದವರು അവൻ സൗഖ്യമായെങ്കിൽ ಅವರು ಸೌಖ್ಯವಾಗಿರುವುದಾದರೆ ഈ പകൽ കർത്താവ് നിന്നെ തൊടുന്നു. ಈ ಬೆಳಗ್ಗೆ ಕರ್ತನು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. യേശു നിങ്ങളെ തൊടുന്നു. ಯೇಸು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. ಆತನ ಸಾನ್ನಿಧ್ಯನ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರ್ತಾ ഓ ಇದೆ. ചങ്ങലകൾ അഴിഞ്ഞു മാറട്ടപ്പ. ಸರಪಳಿಗಳು ಮುರಿದು ಕಡದಾಕಲ್ಪಡಲಿ ದೇವರೇ. ചങ്ങലകൾ അഴിഞ്ഞു മാറട്ടെ. ಸರಪಳಿಗಳು ಮುರಿದು ಕಡದಾಕಲ್ಪಡಲಿ. ഈ ജനം സ്വതന്ത്രമാകട്ടെ. ಈ ಜನರು ಸ್ವತಂತ್ರವಾಗಲಿ. ഇന്ന് പകലിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ಈ ದಿನ ಸ್ವಾತಂತ್ರ್ಯ ಪ್ರಕಟವಾಗಲಿ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ಕ್ರಿಸ್ತನಲ್ಲಿರುವ ಸ್ವಾತಂತ್ರ್ಯ ಪ್ರಕಟವಾಗಲಿ. യേശു എവിടെ വരുന്നുവോ ಯೇಸು ಎಲ್ಲಿ ಬರ್ತಾನೋ അവിടെ വിടുതലുണ്ട്. ಅಲ್ಲಿ ಬಿಡುಗಡೆ ಇದೆ. യേശു ഉള്ളിടത്ത് സന്തോഷമുണ്ട്. ಯೇಸು ಇರೋ ಸ್ಥಳದಲ್ಲಿ ಸಂತೋಷವಿದೆ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. Hallelujah. ആമേൻ. യേശു അവനെ സൗഖ്യമാക്കി. ಯೇಸು ಅವನನ್ನ ಸೌಖ್ಯ ಮಾಡಿದನು. യേശു അവനെ സൗഖ്യമാക്കി. ಯೇಸು ಅವನನ್ನ ಸೌಖ್ಯ ಮಾಡಿದನು. നാളുകളായി അവൻ കല്ലറയിൽ കിടക്കുകയാണ്. ದಿವಸಗಳಿಂದ ಅವನ ಸಮಾಧಿಯಲ್ಲಿದ್ದಾನೆ. സ്വയം ശരീരത്തെ അവൻ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ಸ್ವಂತ ಶರೀರವನ್ನ ಅವನು ಬಾಧಿಸಿಕೊಳ್ತಾ ಇದ್ದಾನೆ. കർത്താവ് വെളിപ്പെട്ടപ്പോൾ ಕರ್ತನ ಪ್ರಕಟವಾದಾಗ അവന്റെ മേൽ വിടുതൽ വെളിപ്പെട്ടു. ಅವನ ಮೇಲೆ ಬಿಡುಗಡೆ അവന്റെ ಪ್ರಕಟವಾಯಿತು. ഭവനത്തിൽ അവനെ മടക്കി കൊടുത്തു. ಅವನ ಮನೆಗೆ ಯೇಸು ಅವನನ್ನು ಹಿಂತಿರುಗಿ ಕೊಟ್ಟನು. അവൻ ചിലതൊക്കെ ദൈവം ഇന്ന് പകല് നിങ്ങൾക്ക് മടക്കി തരും. ಇವತ್ತು ಕೆಲವೊಂದು ದೇವರು ನಿಮಗೆ ನಷ್ಟವಾಗಿರುವುದನ್ನ ದೇವರು ಹಿಂತಿರುಗಿ ಕೊಡಲಿಕ್ಕಾಗಿ ಹೋಗ್ತಾನೆ. ശത്രു കവർന്നു കൊണ്ടുപോയത് ಶತ್ರು ಕಸಿದುಕೊಂಡೋಗಿರುವುದು അവൻ ദൈവം മടക്കി തരാൻ പോവുകയാണ്. ದೇವರು ಹಿಂತಿರುಗಿ ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. ആ കുടുംബത്തിന് ആ പിതാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ಆ ಕುಟುಂಬಕ್ಕೆ ತಂದೆ ನಷ್ಟವಾಗಿದ್ದನು. ആമേൻ. കർത്താവ് ആ കുടുംബത്തിന് ആ പിതാവിനെ മടക്കി കൊടുത്തു. ಕರ್ತನು ಆ ಕುಟುಂಬಕ್ಕೆ ತಂದೆಯನ್ನು ಹಿಂತಿರುಗಿ ಕೊಟ್ಟನು. ആമേൻ. കർത്താവ് ചിലരെ മടക്കി തരാൻ പോവുകയാണ്. ಕರ್ತನು ಕೆಲವರನ್ನ ಹಿಂತಿರುಗಿ ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. നിങ്ങളെ കുടുംബത്തിൽ ചിലരെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. ದೇವರು ನಿನ್ನ ಕುಟುಂಬಕ್ಕೆ ಕೆಲವೊಂದನ್ನು ಹಿಂತಿರುಗಿ ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. നിങ്ങളുടെ തലമുറകളെ ദൈവം മടക്കി തരാൻ ನಿನ್ನ പോവുകയാണ്. ತಲೆಮಾರುಗಳನ್ನ ದೇವರು ಹಿಂತಿರುಗಿ ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. ആമേൻ. ഇതിനകത്ത് കരയുന്ന ചില മാതാപിതാക്കളുണ്ട്. ಇದರ ಮಧ್ಯದಲ್ಲಿ ಅಳುವಂತ ಕೆಲವೊಂದು ತಾಯಿಯಂದರಿದ್ದೀರ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്ന ചിലരുണ്ട്. ನಿಮ್ಮ ಮಕ್ಕಳಿಗಾಗಿ ಅಳುವವರು ಕೆಲವರಿದ್ದೀರ. എന്റെ ദൈവം നിങ്ങളുടെ തലമുറകളെ മടക്കി തരും. ದೇವರು ನಿನ್ನ ತಲೆಮಾರುಗಳನ್ನು ಹಿಂತಿರುಗಿ ಕೊಡುತ್ತಾನೆ. ആമേൻ. സുബോധമുള്ളവനായി തിരികെ തരും. ಅವನು ಸ್ವಸ್ಥ ಬುದ್ಧಿ ಉಳ್ಳವನಾಗಿ ದೇವರು ಹಿಂತಿರುಗಿ ಕೊಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കർത്താവ് ഇന്ന് പകല് നമ്മുടെ നടുവിലുണ്ട്. ಕರ್ತನು ಈ ಬೆಳಗ್ಗೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆ. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ ಆತನ പോകുകയാണ്. ಸಾನ್ನಿಧ್ಯನ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಹೋಗುತ್ತದೆ. കർത്താവിന്റെ കരം ഇന്ന് പകല് നിങ്ങളുടെ മേൽ വെളിപ്പെടും. ಕರ್ತನ ಕರ ನಿನ್ನ ಬೆಳಗ್ಗೆ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ നിങ്ങൾ ಹೋಗುತ್ತದೆ. വന്നതുപോലെയല്ല. ನೀ ಬಂದ ಹಾಗಲ್ಲ. ഈ ഹോൾ വിട്ടിറങ്ങുമ്പോൾ ಈ ಹಾಲ್ ಅನ್ನು ಬಿಟ್ಟು ಹೋದಾಗ നിങ്ങൾ വിടുതലുള്ളവരായി ನೀ പുറത്തിറങ്ങും. ಬಿಡುಗಡೆ ಉಳ್ಳವರಾಗಿ ಇಲ್ಲಿಂದ ಹೋಗುತ್ತೀರ. നിങ്ങളുടെ പടകിൽ യേശു എഴുന്നേൽക്കും. ನಿಮ್ಮ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಎದ್ದೇಳುತ್ತಾನೆ. നിങ്ങളുടെ പ്രതികൂലങ്ങളെ ദൈവം ശാന്തമാക്കാൻ ನಿಮ್ಮ പോകുകയാണ്. ಪ್ರತಿಕೂಲಗಳನ್ನು ದೇವರು ಶಾಂತ ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. അവനെ വിടുവിക്ക മാത്രമല്ല ചെയ്തത്, ಅವನನ್ನು ಬಿಡಿಸಿದ್ದು ಮಾತ್ರ ಅಲ್ಲ ಮಾಡಿದ್ದು, അവന് നിത്യജീവനെ കൊടുത്തു. ಅವನಿಗೆ ದೇವರು ನಿತ್ಯ ಜೀವವನ್ನು ಕೊಟ್ಟನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಸಂತೋಷವಿದೆ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നമ്മുടെ നടുവിൽ വെളിപ്പെടും. ಕರ್ತನ ಮಹಿಮೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿಕ್ಕೆ ಹೋಗುತ್ತದೆ. അവൻ യേശു കടന്നു പോയിടത്തെല്ലാം അത്ഭുതം സംഭവിക്കാൻ തുടങ്ങി. ಯೇಸು ಸ್ವಾಮಿ ಹೋದಂತ ಎಲ್ಲಾ ಕಡೆಗಳಲ್ಲೂ ಅದ್ಭುತಗಳು ನಡೀತಾ ഇന്ന് ಇದ್ದವು. പകലിൽ ആ യേശു നമ്മുടെ അകത്തുണ്ട്. ಈ ಬೆಳಗ್ಗೆ ಆ ಯೇಸು ನಮ್ಮ ಒಳಗಡೆ ಇದ್ದಾನೆ. യേശു നമ്മുടെ അകത്തുണ്ട്. ಯೇಸು ನಮ್ಮ ಒಳಗಡೆ ಇದ್ದಾನೆ. യേശു നമ്മോട് കൂടെയുണ്ട്. ಯೇಸು ನಮ್ಮ ಜೊತೆಯಲ್ಲೇ ಇದ್ದಾನೆ. യേശു നമ്മുടെ ജീവിത പടകിലുണ്ട്. ಯೇಸು ನಮ್ಮ ಜೀವನದ ದೋಣಿಯಲ್ಲಿದ್ದಾನೆ. യേശു നമ്മുടെ പടകിലുള്ളിടത്തോളം കാലം, ಯೇಸು ನಮ್ಮ ದೋಣಿಯಲ್ಲಿ ಇರೋವರೆಗೂ പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ വന്നാലും, ಪ್ರತಿಕೂಲ ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಬಂದರು, രോഗം നമ്മുടെ മേൽ വന്നാലും, ರೋಗಗಳು ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ಬಂದರು, അവൻ യേശു നമ്മുടെ അകത്തുണ്ട്. ಯೇಸು ನಮ್ಮ ಒಳಗಡೆ ಇದ್ದಾನೆ. ഈ യേശുവിനെ നമ്മൾ ഉണർത്തണം. ಈ ಯೇಸುವನ್ನು ನಾವು ಎಬ್ಬಿಸಬೇಕು. യേശുവിനെ നമ്മൾ തട്ടി ഉണർത്തണം. ಯೇಸುವನ್ನು ನಾವು ತಟ್ಟಿ ಎಬ್ಬಿಸಬೇಕು. നിങ്ങളോട് കൂടെ യേശുണ്ട്. ನಿಮ್ಮ ಸಂಗಡವಾಗಿ ಯೇಸು ಇದ್ದಾನೆ. അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ಲೋಕದಲ್ಲಿ ಇರುವವನಿಗಿಂತ ನಿಮ್ಮ ಒಳಗಡೆ ಇರುವವನು ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ. ನಿಮ್ಮ ತೊಂದರೆಗಳಿಗಿಂತ ಯೇಸು ದೊಡ್ಡವನು. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെക്കാൾ ഒരു വലിയവൻ. ನಿಮ್ಮ ಜೀವನದ ತೊಂದರೆಗಳಿಗಿಂತ ಯೇಸು ದೊಡ್ಡವನು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇന്ന് പകലിൽ യേശു നിങ്ങളെ തൊടും. ಈ ಬೆಳಿಗ್ಗೆ ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾನೆ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನು ಬಹಳವಾಗಿ ಪ್ರೀತಿಸ್ತಾನೆ. നിങ്ങളെ ആരും സ്നേഹിച്ചില്ലെങ്കിലും ನಿಮ್ಮನ್ನು ಯಾರು ಪ್ರೀತಿಸ್ತಿದ್ರು, ആമേൻ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನ ಪ್ರೀತಿಸ್ತಾನೆ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನ ಪ್ರೀತಿಸ್ತಾನೆ. ഒരാളിന് കരം കൊടുത്ത് നിങ്ങൾ പറയണം, ಒಬ್ಬರಿಗಾದ್ರೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನ ಪ್ರೀತಿಸ್ತಾನೆ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನ ಪ್ರೀತಿಸ್ತಾನೆ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ಯೇಸು ನಿಮ್ಮನ್ನ നിങ്ങൾ ಪ್ರೀತಿಸ್ತಾನೆ. കരം കൊടുക്കുമ്പോൾ ನೀವು ಕರ ಕೊಡಬೇಕಾದ್ರೆ യേശുവിന്റെ സ്നേഹം കൈമാറുകയാണ്. ಯೇಸುವಿನ ಕೈ, ಆ ಪ್ರೀತಿಯು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದೆ. യേശുവിന്റെ സാന്നിധ്യം കൈമാറുകയാണ്. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯನು ಹಸ್ತಾಂತರಿಸ್ತಾ ಇದೆ. നിങ്ങളുടെ പടകിൽ യേശു എഴുന്നേൽക്കുകയാണ്. ನಿಮ್ಮ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಎದ್ದೊಳ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഞാൻ ആമേൻ കർത്താവിൽ ശരണപ്പെടുന്നു. ನಿಮಗಾಗಿ ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಾಗಿ ನನ್ನನ್ನು ನಾನು ಒಪ್ಪಿಸಿಕೊಡ್ತೇನೆ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കർത്താവിന്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ಕರ್ತನ ಕೈ ನಿಮ್ಮನ್ನ ಮುಟ್ಟಲಿಕ್ಕೆ ಹೋಗುತ್ತದೆ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ಒಂದು ನಿಮಿಷ ನಾವೆಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. കർത്താവ് നിങ്ങളുടെ കരത്തെ തൊടാൻ പോവുകയാണ്. ಕರ್ತನು ನಿಮ್ಮ ಕೈಯನ್ನು ಆತನು ನಿಮ್ಮ ತಲೆಯನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ ಹೋಗುತ್ತಾನೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ಪರಿಶುದ್ಧಾತ್ಮನೇ നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടപ്പ. ನಿನ್ನ ಸಾನ್ನಿಧ್ಯನ ಇಳಿಯಲಪ್ಪ. ആമേൻ. രോഗികളായിരിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്താം. ರೋಗಿಗಳಾಗಿರುವವರು ಕರಗಳನ್ನು ಮೇಲೆತ್ತರಿ. ഓടാബറബ ശംതന റിഖബല ബൗഷമന. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങളെ കരത്തെ കർത്താവ് തൊടാൻ പോവുകയാണ്. ಈ ಬೆಳಗ್ಗೆ ದೇವರು ನಿಮ್ಮ ಕರವನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ ಹೋಗ್ತಾನೆ. ആമേൻ. യേശു വന്നാൽ, ಯೇಸು ಬಂದರೆ അവൻ വെറുതെ നിങ്ങളെ അയച്ചു കളയത്തില്ല. ಅವನು ಬರೇ ನಿಮ್ಮನ್ನ ಬಂದ ಹಾಗೆ ಕಳಿಸಿಕೊಡೋದಿಲ್ಲ. യേശു മലമുകളിൽ ഇരിക്കുമ്പോൾ, ಯೇಸು ಸ್ವಾಮಿ ಪರ್ವತದ ಶಿಖರದಲ್ಲಿದ್ದಾಗ അവൻ ഒരു കൂട്ടം ജനം അവന്റെ അടുക്കൽ വന്നു. ಒಂದು ಗುಂಪಿನ ಜನ ಅವರ ಬಳಿಯಲ್ಲಿ ಬಂದರು. യേശു അവരോട് സംസാരിപ്പാൻ തുടങ്ങി. ಯೇಸು ಅವರ ಬಳಿಯಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ 3 ಪ್ರಾರಂಭಿಸಿದರು. ദിവസം ആ ജനം അവിടെ ഇരുന്നു. 3 ದಿವಸ ಆ ಜನ ಅಲ್ಲಿದ್ದರು. അവൻ കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ಕರ್ತನು ಅವರನ್ನ ನೋಡಿ ಹೇಳಿದನು, ഈ ജനം വഴിയിൽ തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ಈ ಜನ ದಾರಿಯಲ್ಲಿ ಬಳಲಿ ಹೋಗುವಂತ ಸಾಧ್ಯತೆಗಳಿದೆ. ഇവർ തളർന്നു പോകാതിരിപ്പാൻ ಇವರು ಬಳಲಿ ಹೋಗದಿರುವುದಕ್ಕಾಗಿ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ಇವರಿಗೆ ತಿನ್ನುವುದಕ್ಕೆ ಆಹಾರವನ್ನು ಕೊಡ್ರಿ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നിന്റെ വിശപ്പറിയുന്ന ഒരു ദൈവമുണ്ട്. ನಿನ್ನ ಹಸುವನ್ನು ತಿಳಿದಿರೋ ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. നിന്റെ ആവശ്യം അറിയുന്ന ഒരു യേശുവുണ്ട്. ನಿನ್ನ ಅವಶ್ಯಕತೆಯನ್ನು ತಿಳಿದಿರೋ ಒಬ್ಬ ಯೇಸು ಇದ್ದಾನೆ. ഇന്ന് പകലിൽ ആ യേശു നിന്നെ വെറുതെ വിടുകയില്ല. ಈ ಬೆಳಗ್ಗೆ ಆ ಯೇಸು ನಿನ್ನನ್ನು ಬೆರಗೈಯಲ್ಲಿ ಕಳಿಸೋದಿಲ್ಲ. നീ വന്നതുപോലെ പോകയില്ല. ನೀನು ಬಂದ ಹಾಗೆ ನೀನು ಹೋಗೋದಿಲ್ಲ. അവന്റെ കരം നിന്നെ തൊടും. ಆತನ ಕೈ ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತದೆ. അവന്റെ സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കും. ಆತನ ಸೌಖ್ಯ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ಬರುತ್ತದೆ. വിടുതൽ പ്രാപിച്ചു കടന്നു പോകും. ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಂಡು ಹೋಗುತ್ತಿ. കരങ്ങളെ ദൈവം തൊടട്ടെ. തൊടുന്നു. ಆ ಎತ್ತಲ್ಪಟ್ಟ ಕೈಗಳನ್ನು ಯೇಸು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഓ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടുന്നു. ನಿನ್ನ ಮೇಲೆ ದೇವರ ಸೌಖ್ಯ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ആ കരത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ಆ ಕರದ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರುತ್ತಾ ಇದೆ. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ, ಈ ಜನರಿಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ. ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ಇವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಇಳಿಯಲಿ. ഇവരുടെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. ಇವರ ಮೇಲೆ ಬಿಡುಗಡೆ ಇಳಿಯಲಿ. ഇവരുടെ ബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ಇವರ ಬಂಧನಗಳಿಂದ ನಾನು ಇವರನ್ನ ಬೇಚೆ ಬಿಡುತ್ತಾ ಇದ್ದೇನೆ. ദേശത്തിറങ്ങി വന്ന ಎದುರಿನ ಸೀಮೆಯಲ್ಲಿ ಇಳಿದು ಬಂದಂತ എന്റെ യേശുവേ, ನನ್ನ ಯೇಸುವೇ, ഇന്ന് പകൽ ഈ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വരണമേ. ಈ ಬೆಳಗ್ಗೆ ಜನರ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಾ ದೇವರೇ. ഈ ജനത്തെ തൊടണമേ. ಈ ಜನರನ್ನ ಮುಟ್ಟು ದೇವರೇ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ തൊടണമേ. ನಿನ್ನ ಮಕ್ಕಳನ್ನು ನೀನು ಮುಟ್ಟು ದೇವರೇ. ആമേൻ. രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ರೋಗಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನೀಗಿ ಹೋಗಲಿ. വേദനകൾ മാറിപ്പോകട്ടെ. ವೇದನೆಗಳು ಬಿಟ್ಟು ಹೋಗಲಿ. കുരുട്ട് കണ്ണുകൾ തുറന്നു വരട്ടെ. ಕುರುಡು ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡಲಿ. ആ ശബ്ദം ഉയർത്തി ദൈവത്തിന് യേശു എന്ന് വിളിക്കുന്ന നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കട്ടെ. ಆ ಶಬ್ದ ತೆಗೆದು ಗಟ್ಟಿಯಾಗಿ ಯೇಸುವೇ ಎಂದು ಕೂಗಿ ಕರೆಯಿರಿ. ഹല്ലേലൂയ, ಯೇಸು ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಏಳಲಿ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കുകയാ. ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಎದ್ದೊಳ್ತಾ ಇದ್ದಾನೆ. നിന്റെ പടകിൽ യേശു എഴുന്നേൽക്കുകയാണ്. ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಎದ್ದೊಳ್ತಾ ಇದ್ದಾನೆ. നിനക്കെതിരായി നിൽക്കുന്ന തിരമാലകൾ ശാന്തമാവുകയാണ്. ನಿನ್ನ ವಿರುದ್ಧವಾಗಿರುವ ಎಲ್ಲ ಅಲೆಗಳು ಅದು ಶಾಂತವಾಗುತ್ತಾ ಇದೆ. ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങിയ ನಿನ್ನೆವರೆಗೂ ನಿನ್ನ ಜೀವನದಲ್ಲಿ ಎದ್ದೊಳಿದಂತೆ പിശാച് ഇന്ന് പകൽ നിന്റെ മുമ്പിൽ വീഴുകയാണ്. ಸೈತಾನನು ನಿನ್ನ ಮುಂದೆ ಆತನು ಬೀಳುತ್ತಾ ಇದ್ದಾನೆ. പാമ്പുകളെയും തേളുകളെയും ಹಾವುಗಳನ್ನ ಚೇಳುಗಳನ್ನ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ವೈರಿಯ ಸಮಸ್ತ ಬಲವನ್ನು ತುಳಿಯುವುದಕ್ಕೆ ദൈവം നിങ്ങളുടെ മേൽ അധികാരത്തെ കൈമാറുകയാണ്. ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಅಧಿಕಾರವನ್ನು ಹಸ್ತಾಂತರಿಸುತ್ತಾ ಇದ್ದಾನೆ. ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിന്ന ನಿನ್ನೆವರೆಗೂ ನಿನ್ನ ಜೀವನದಲ್ಲಿ ಎದ್ದು ನಿಂತಂತೆ പിശാചിനെ നിന്റെ കാൽ ചുവട്ടിലാക്കുകയാണ്. ಈಗ ಆ ಸೈತಾನನನ್ನ ದೇವರು ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ ಹಾಕಿ ಆತನು ತುಳಿಯುವಂತೆ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ. കാൽ ചുവട്ടിലാണ്. ಅವನು ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ നിന്നെ ഇനി അത് ചവിട്ടുകയില്ല. ನಿನ್ನ ಮೇಲೆ ಅವ ಸೈತಾನನು ನಿನ್ನನ್ನು ತುಳಿಯೋದಿಲ್ಲ. നീ അതിനെ ചവിട്ടും. ನೀನು ಅವನನ್ನು ತುಳಿಯುತ್ತಿ. നിന്റെ കാൽ ചുവട്ടിലാണ്. ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ ಅವನು. നിന്റെ പ്രതികൂലങ്ങൾ നിന്റെ കാൽ ചുവട്ടിലാണ്. ಪ್ರತಿಕೂಲಗಳು ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ. ഇന്ന് പകലിൽ എത്ര പേര് അത് തിരിച്ചറിയുന്നു? ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೀರಿ? ഇന്ന് പകലിൽ നിന്റെ കാൽ ചുവട്ടിൽ ശത്രുവിനെ ദൈവം ಈಗ വീഴിക്കുകയാണ്. ದೇವರು ನಿನ್ನ ಕಾಲಿನ ಕೆಳಗಡೆ ಶತ್ರುವನ್ನ ಹಾಕುತ್ತಾ ಇದ್ದಾನೆ. നീ അതിനെ ചവിട്ടും. ನೀನು ಅದನ್ನು ತುಳಿಯುತ್ತಿ. നീ അതിനെ ചവിട്ടും. ನೀನು ಅದನ್ನು ತುಳಿಯುತ್ತಿ. നീ അതിനെ
ചവിട്ടും. ನೀನು ಅದನ್ನ ತುಳಿಯುತ್ತಿ. ഇനി നിന്നെ ചവിട്ടുകയില്ല. ಇನ್ನ ಮೇಲೆ ಅದು ನಿನ್ನನ್ನು ತುಳಿಯೋದಿಲ್ಲ. കാരണം യേശു നിന്നോട് കൂടെയുണ്ട്. ಕಾರಣ ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. യേശു നിന്നോട് കൂടെയുണ്ട്. ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. യേശു നിന്നോട് കൂടെയുണ്ട്. ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് ആമേൻ നന്ദി പറഞ്ഞാട്ടെ. യേശുവിന്റെ ಕರಗಳನ್ನು ಗಟ್ಟಿಯಾಗಿ ತಟ್ಟುತ್ತೆ. ಎಲ್ಲ ದೇವರ ಮಕ್ಕಳು ದೇವರಿಗೆ ವಂದನೆಯನ್ನು ಹೇಳ್ರಿ. ഒരു വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ಒಂದು ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗಲಿ. ദൈവശക്തി നിങ്ങളുടെ മേൽ കൈമാറുന്നു. ದೇವರ ಕರ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಆರಂಭಿಸಿರಿ. ഇതിനകത്ത് നിങ്ങൾ ആരാധിക്കുമ്പോൾ, ಇಲ್ಲಿ ನೀವು ಆರಾಧನೆ ಮಾಡಬೇಕಾದ್ರೆ നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ ನಿನ್ನ വെളിപ്പെടുകയാണ്. ಮನೆಯೊಳಗಡೆ ಬಿಡುಗಡೆ ನಡೀತಾ ಇದೆ. പാർക്കുന്ന ദേശത്ത് വിടുതൽ ನೀನು വെളിപ്പെടുകയാണ്. ವಾಸ ಮಾಡೋ ದೇಶದಲ್ಲಿ ಬಿಡುಗಡೆ ನಡೀತಾ ಇದೆ. അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ಅಪೊಸ್ತಲರ ಸೆರೆಮನೆ ಒಳಗಡೆ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸಿದರು. അവരുടെ ചങ്ങല മാത്രമല്ല, ಅವರ ಬಂಧನ ಮಾತ್ರವಲ್ಲ, ആ കാരാഗൃഹത്തിനകത്ത് കിടന്ന സകല മനുഷ്യരുടെ ചങ്ങലകൾ അഴിഞ്ഞു. ಆ ಸೆರೆಮನೆಯಲ್ಲಿ ಇದ್ದವರ ಎಲ್ಲರ ಸರಪಳಿಗಳು ಬಿಚ್ಚಲ್ಪಟ್ಟವು. ഈ ഹോളിനകത്ത് നീ ആരാധിക്കുമ്പോൾ, ಈ ಹಾಲಿನ ಒಳಗಡೆ ನೀನು ಆರಾಧಿಸಬೇಕಾದ್ರೆ അവൻ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളുടെ മേൽ ചങ്ങലകളെ അഴിക്കുകയാണ്. ನಿನ್ನ ಕುಟುಂಬದ ಮೇಲಿರುವ ಎಲ್ಲ ಸರಪಳಿಗಳನ್ನ ದೇವರು ಬೇಚೆ ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ ഭർത്താവിന്റെ ചങ്ങലകളെ ദൈവം അഴിക്കുകയാണ്. ನಿನ್ನ ಗಂಡನ ಸರಪಳಿಯನ್ನ ದೇವರು ಬಿಚ್ಚ ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ ഭാര്യയുടെ ചങ്ങല ദൈവം അഴിക്കുകയാണ്. ನಿನ್ನ ಹೆಂಡತಿಯ ಬೆಂದನವನ್ನ ದೇವರು ಬೇಚೆ ಬಿಡುತ್ತಾ ಇದ್ದಾನೆ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ನಡೆಯಲಿ. യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ನಡೆಯುತ್ತಾ ಇದೆ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ನಡೆಯುತ್ತಾ ಇದೆ. കർത്താവ് അത് ചെയ്യുന്നു. ಈಗ ಕರ್ತನು ಅದನ್ನು ಮಾಡ್ತಾ ಇದ್ದಾನೆ. ഇതിനകത്ത് ചില പൈശാചിക ബന്ധനങ്ങളെ ദൈവം അഴിക്കുന്നു. ಇದರ ಮಧ್ಯದಲ್ಲಿ ಸೈತಾನನ ಬಂಧನಗಳನ್ನು ದೇವರು ಮುರಿಯುತ್ತಾ ಇದ್ದಾನೆ. ശക്തികളെ ദൈവം അഴിക്കുന്നു. ರೋಗ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಮುರಿಯುತ್ತಾ ಇದ್ದಾನೆ. അത് സംഭവിക്കുന്നു. ಅದು ನಡೀತಾ ಇದೆ. നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നു. ನಿನ್ನ ಶರೀರದಲ್ಲಿ ಆ ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. നിന്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ನಿನ್ನ ಶರೀರದಲ್ಲಿ ದೇವರ ಶಕ್ತಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. ആമേൻ. രക്തസ്രാവക്കാരെ തിരിച്ചറിഞ്ഞതുപോലെ ರಕ್ತ ಕುಸುಮ ರೋಗಿ ಅರ್ಥ ಮಾಡಿಕೊಂಡ ಹಾಗೆ ദൈവശക്തി നീ തിരിച്ചറിയുന്നു. ದೇವರ ಶಕ್ತಿಯನ್ನು ನೀನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಿ. കർത്താവിന്റെ സാന്നിധ്യം നീ തിരിച്ചറിയും. ಕರ್ತನ ಸಾನ್ನಿಧ್ಯವನ್ನು ನೀನು ಅನುಭವಿಸುತ್ತಾ അവന്റെ ಇದ್ದಿ. വിടുതൽ നീ തിരിച്ചറിയും. ಅವನ ಬಿಡುಗಡೆಯನ್ನು ಅನುಭವಿಸುತ್ತಾ ಇದ್ದಿ. ഡോക്ടർ നിന്നോട് പറഞ്ഞ ആമേൻ സ്തോത്രം രോഗമുണ്ടല്ലോ, നാളുകൾ കൊണ്ട് നീ ഗുളിക കഴിക്കുന്ന രോഗമുണ്ടല്ലോ, യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ಈಗ ವೈದ್ಯರು ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಮಾತ್ರೆಗಳನ್ನು ತಿನ್ನಲು ಕೇಳಿದ್ದಾರಲ್ಲ, ಆ ಮಾತ್ರೆಗಳಿಂದ ಗುಣವಾಗಲ್ಪಡದಿರುವಂತ ರೋಗಗಳು ಇವತ್ತು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯವಾಗುತ್ತಾ ಇದೆ. സൗഖ്യമാകട്ടെ. ಸೌಖ್ಯವಾಗಲಿ, ಸೌಖ್ಯವಾಗಲಿ, സൗഖ്യമാകട്ടെ. ಸೌಖ್ಯವಾಗಲಿ, ಸೌಖ್ಯವಾಗಲಿ, സൗഖ്യമാകട്ടെ. ಸೌಖ್ಯವಾಗಲಿ. ഈ പകൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಕರ್ತನ ಸಾನ್ನಿಧ್ಯನ ನಿಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിടുതൽ വെളിപ്പെട്ടു കഴിഞ്ഞു. ನಿನ್ನ ಶರೀರದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಪ್ರಕಟವಾಗಿದೆ. നിങ്ങൾ ഇനി പരിശോധിച്ചു നോക്കിയാൽ ಇನ್ನ ನೀವು ಪರಿಶೋಧನೆ ಮಾಡಿ ನೋಡ್ರಿ, ആ രോഗം ഇനി അവിടെ കാണത്തില്ല. ಇನ್ನ ರೋಗ ಅಲ್ಲಿ ಇರೋದಿಲ್ಲ. നിങ്ങൾ വീട്ടിൽ കടന്നു പോകുമ്പോൾ ಈ ಮನೆಗೆ ಹೋದಾಗ ആമേൻ പിന്നെ ഈ പിശാചിന്റെ പ്രവൃത്തി അവിടെ കാണത്തില്ല. ಮತ್ತೆ ಆ ಸೈತಾನನ ಕ್ರಿಯೆಯಲ್ಲಿ ಕಾಣೋದಿಲ್ಲ. ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಒಂದು ಅದ್ಭುತ ನಡೆದಿದೆ. എത്ര പേർ അത് തിരിച്ചറിയുന്നു? ಎಷ್ಟು ಜನ ಅದನ್ನು ಅನುಭವಿಸುತ್ತಾ ಇದ್ದೀರಿ? എത്ര പേർ ആ ദൈവമഹത്വം അനുഭവിക്കുന്നു? ಎಷ್ಟು ಜನ ದೇವರ ಮಹಿಮೆ ಅನುಭವಿಸುತ್ತಾ ಇದ್ದೀರಿ? കർത്താവ് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ಕರ್ತನು ನಮಗಾಗಿ ಒಂದು ಅದ್ಭುತವನ್ನ ಮಾಡಿದನೆ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ನಂಬುವವನ ಹೊಟ್ಟೆ ಒಳಗಡೆಯಿಂದ തിരുവെഴുത്ത് പറയുന്നത് പോലെ ಶಾಸ್ತ್ರವು ಹೇಳೋ ಪ್ರಕಾರ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ദൈവ മഹത്വം വെളിപ്പെടും. ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങൾ ചെക്ക് ചെയ്താൽ ಈ ಪರಿಶೋಧನೆ ಮಾಡಿ ನೋಡ್ರಿ, ആമേൻ ഇനി ആ രോഗം അവിടെ കാണുകയില്ല. ಇನ್ನು ಆ ರೋಗ ಅಲ್ಲಿ ಇರೋದಿಲ್ಲ. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ಯೇಸು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಬಂದ್ರೆ പിന്നെ ആമേൻ രോഗത്തിന് നിൽക്കാൻ പറ്റില്ല. ಮತ್ತೆ ರೋಗ ನಿಲ್ಲಕ್ಕಾಗೋದಿಲ್ಲ. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ಯೇಸು ಲೋಕಕ್ಕೆ ಬೆಳಕಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ಕರ್ತನು ನಿಮ್ಮನ್ನೆಲ್ಲರನ್ನು ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ആമേൻ. ഈ സമയം ആമേൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടു. ಈ ಸಮಯ ದೇವರಿಂದ ಸಿದ್ಧ ಮಾಡಲ್ಪಟ್ಟಿತು. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ದೇವರಿಗೆ ವಂದನೆ ಹೇಳ್ತೇನೆ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ಎಲ್ಲರಿಗೂ ಈ ಕೊನೆ ಮಾತುಗಳಿಂದ ನಾನು ವಿರಮಿಸ್ತೇನೆ. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ತಾನೇ ಎಲ್ಲರನ್ನ ಹೇರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ.